Appleby Academy Paper 1 Model Exam Series-ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സോ നമ്മുടെ ഈ ഒരു സീരീസ് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്നുള്ളത് കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഈ ഒരു സീരീസിൽ 2 ഫേസസ് ആണുള്ളത്. ടെസ്റ്റ് പേപ്പർ അറ്റൻഡ് ചെയ്യുക, അതിനുശേഷം ആ ടെസ്റ്റ് പേപ്പറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ എക്സ്പ്ലനേഷൻ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ രീതിയിലാണ് ഈ സീരീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എന്താണ് ഈ പേപ്പർ 1ന്റെ മോഡൽ എക്സാം സീരീസ്, ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? അത് മാത്രമല്ല, ടെസ്റ്റ് പേപ്പറിന്റെ കാര്യം ഓൾറെഡി മെൻഷൻ ചെയ്തു. സോ ആ ടെസ്റ്റ് പേപ്പർ നമ്മളുടെ LMS പ്ലാറ്റ്ഫോമിലാണ് അവൈലബിൾ ആക്കുക. സോ ആ എക്സാംസ് നിങ്ങൾക്ക് എങ്ങനെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും, ഈ ഒരു പെർട്ടിക്കുലർ സീരീസ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുക, ഈ വിവരങ്ങളൊക്കെ ലഭിക്കാൻ താല്പര്യമുള്ളവർക്ക് അതുമായി റിലേറ്റ് ചെയ്ത് നമ്മളുടെ മലയാളം യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ സീരീസിനെ കുറിച്ച് അറിയുന്നതെങ്കിൽ ആ വീഡിയോ കണ്ട് ശരിയായിട്ട് ഈ സീരീസ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയൺമെന്റ് എന്ന മൊഡ്യൂളിൻ്റെ ടെസ്റ്റ് പേപ്പർ അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. സോ ആദ്യം തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ വീഡിയോയിൽ പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയൺമെന്റ് എന്ന മൊഡ്യൂളിൻ്റെ ടെസ്റ്റ് പേപ്പർ എക്സ്പ്ലനേഷൻ ആണ് നിങ്ങൾക്ക് ലഭിക്കുക. സോ നമ്മുടെ LMS പ്ലാറ്റ്ഫോമിൽ ഈ ഒരു പെർട്ടിക്കുലർ മൊഡ്യൂളിൻ്റെ ഒരു ടെസ്റ്റ് പേപ്പർ നമ്മൾ അവൈലബിൾ ആക്കിയിരുന്നു. 30 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആ ടെസ്റ്റ് പേപ്പറിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരുന്നത്. സോ ആ 30 ക്വസ്റ്റ്യൻസിൻ്റെയും എക്സ്പ്ലനേഷൻ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തതുപോലെ നിങ്ങൾ ആ ടെസ്റ്റ് പേപ്പർ ചെയ്തതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഈ ഒരു സീരീസിൻ്റെ ഉദ്ദേശവും അത് തന്നെയാണ്, നിങ്ങൾക്ക് ആ ഒരു ടെസ്റ്റ് പേപ്പർ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആ രീതിയിലൊരു പ്രാക്ടീസ് ലഭിക്കുക. എസ്പെഷ്യലി NTAയുടെ എക്സാം സോഫ്റ്റ്വെയറിനോട് സിമിലർ ആയിട്ടുള്ള ഒരു എക്സാം സോഫ്റ്റ്വെയറിലൂടെയാണ് നിങ്ങൾക്ക് ആപ്പിൾബിയുടെ LMS ഉപയോഗിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുക. സോ ആ രീതിയിലൊരു പരിശീലനം ആ മേഖലയിൽ നിങ്ങൾക്ക് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഓരോ മൊഡ്യൂൾസിനെ കുറിച്ചും കൃത്യമായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്, പ്രധാനപ്പെട്ട ഏരിയാസിനെ കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക എന്നുള്ളതും ഈ സീരീസിൻ്റെ ഉദ്ദേശമാണ്. മറ്റ് പല മൊഡ്യൂൾസിൻ്റെയും എക്സാം എക്സ്പ്ലനേഷൻസ് അതിൻ്റെ മോഡൽ എക്സാം സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തിരുന്നു. സോ ഈ വീഡിയോയിൽ നമ്മൾ പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയൺമെന്റ് എന്ന മൊഡ്യൂളായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ മൊഡ്യൂളിനെ കുറിച്ച് പറഞ്ഞാൽ അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ തന്നെയാണ്. കോർ ആയിട്ട് നമുക്ക് പഠിക്കേണ്ട ചില ഏരിയാസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്ന എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു മൊഡ്യൂളും കൂടിയാണ് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയൺമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇതിനകത്തെ കോർ ഏരിയാസ് നന്നായി പഠിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് എൻവയൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കൺവെൻഷൻസ്, പ്രോട്ടോകോൾസ്, ആ രീതിയിലുള്ള ചില ഏരിയാസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ പൊല്യൂഷൻ അല്ലെങ്കിൽ പൊല്യൂട്ടൻസ്, അതുപോലെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാനും പഠിക്കാനും ഉണ്ട്. സോ കോർ ആയിട്ടുള്ള ഏരിയാസ് കൃത്യമായി അനലൈസ് ചെയ്യുക, അത് നന്നായി പഠിക്കുക. അതിനുശേഷം മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, എസ്പെഷ്യലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. സോ ദാറ്റ് ഈ മൊഡ്യൂളിനെ കുറിച്ച് ഒരു എൻറ്റയർ ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ അത് ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ജനറൽ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒരു നേച്ചർ നിങ്ങൾക്ക് മനസ്സിലാക്കാനും അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. സോ നമ്മൾ ഈ ഒരു ടെസ്റ്റ് പേപ്പറിൽ, നിങ്ങൾ ഓൾറെഡി ടെസ്റ്റ് പേപ്പർ ചെയ്തവരാണ്, അപ്പോൾ നിങ്ങൾക്കറിയാം 30 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത്. സോ കൂടുതൽ ക്വസ്റ്റ്യൻസും ആ കോർ ഏരിയാസിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ ദാറ്റ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഏരിയാസ് ഒന്ന് ഫെമിലിയർ ആകുക എന്നുള്ളതായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതോടൊപ്പം തന്നെ ഈ ഒരു മൊഡ്യൂളിൻ്റെ ഒരു നേച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എസൻസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ അത്തരത്തിൽ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിരുന്നു. സോ ആ രീതിയിലായിരുന്നു നമ്മൾ ആ ടെസ്റ്റ് പേപ്പർ സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നോക്കാം. സോ ഹിയർ വി ഹാവ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The global environmental issue of ozone depletion is due to emission of, and you have the options sulfur dioxide, fluorinated hydrocarbons, methane, carbon dioxide. സോ ബേസിക്കലി ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് എന്താ? ഓസോൺ ഡിപ്ലീഷൻ ആണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്ന എമിഷൻ ഇത് പറയുന്ന ഏത് ഓപ്ഷൻസിലാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് വേരിയസ് കോമ്പിനേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. സോ നിങ്ങൾ ഈ ഓപ്ഷൻസ് ഒന്ന് കൃത്യമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈ മീഥെയിനും കാർബൺ ഡൈ ഓക്സൈഡും ബേസിക്കലി ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. അവർ മേജർ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. അതുകൊണ്ട് തന്നെ അവർ എന്തിനെയായിരിക്കും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു എൻവയൺമെന്റൽ ഇഷ്യൂയിലേക്കായിരിക്കും ഈ മീഥെയിനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഒബ്വിയസ്ലി ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ എൻവയൺമെന്റൽ ഇഷ്യൂയിലേക്കായിരിക്കും മീഥെയിനും കാർബൺ ഡൈ ഓക്സൈഡും ലീഡ് ചെയ്യുക. ആൻഡ് ദെൻ വി ഹാവ് സൾഫർ ഡൈ ഓക്സൈഡ്. സൾഫർ ഡൈ ഓക്സൈഡ് ഒരു പൊല്യൂട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ആസിഡ് റെയിൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആസിഡ് റെയിനുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കോമ്പൗണ്ട് ആണ് സൾഫർ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. സോ ദെൻ വി ഹാവ് വൺ മോർ ഓപ്ഷൻ ഹിയർ, ക്ലോറിനേറ്റഡ് ഹൈഡ്രോകാർബൺസ്. സോ ബേസിക്കലി ഈ ക്വസ്റ്റിൽ ചോദിച്ചിരിക്കുന്ന ഓസോൺ ഡിപ്ലീഷൻ, ഗ്ലോബൽ എൻവയൺമെന്റൽ ഇഷ്യൂ ഓഫ് ഓസോൺ ഡിപ്ലീഷൻ ഇസ് ഡ്യൂ ടു ദി എമിഷൻ ഓഫ് chlorinated
hydrocarbons. So B only എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. So that is option B. So the right answer for this question is option B itself. So ആ ഓപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് തന്നിരുന്ന മറ്റ് എക്സാമ്പിൾസ് അല്ലെങ്കിൽ മറ്റ് ഓപ്ഷൻസിന്റെ ഒക്കെ എക്സ്പ്ലനേഷൻസും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. So anyway, the right answer for this question is option B. Moving to the next question, under Sustainable Development Goal 12, Sustainable Consumption and Production, one of the targets is to reduce per capita food waste at the retail and consumer levels by. So basically, ഈ ക്വസ്റ്റൻ എവിടെ നിന്നുള്ളതാണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ്. വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ. നമുക്ക് യൂഷ്വൽ കേസിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം ഇതിന്റെ ഗോൾസ് എന്താണ്, ഈ ടാർഗറ്റ്സ് എന്താണ്, ആ രീതിയിലുള്ള ഒരു അനാലിസിസ് ചെയ്തതിനു ശേഷം ഈ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ബേസിക്കലി എ കളക്ഷൻ ഓഫ് 17 global goals and their 169 targets set by the United Nations General Assembly in 2015 for the year 2030. So basically, ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്ന ആശയം രൂപം കൊണ്ടത് ഏത് വർഷമാണ്? ദാറ്റ് ഇസ് ഇൻ 2015. ഇതിനൊരു ടാർഗറ്റ് ഇയർ ഉണ്ട്, അതേതാണ് 2030. സോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുമ്പോൾ അതിൽ എത്ര ഗോൾസ് ആണ് ഇൻവോൾവ് ആയിരിക്കുന്നത്? ദാറ്റ് ഇസ് 17. ഈ നമ്പേഴ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇയേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ 17 ഗോൾസ് ആണുള്ളത്. ഈ 17 ഗോൾസിനും കൂടിയിട്ട് ടോട്ടൽ 169 ടാർഗറ്റ്സ് ഉണ്ട്. 17 ഗോൾസിനുള്ളിൽ ഓരോ ഗോളിനും കൃത്യമായ ചില ടാർഗറ്റ്സ് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് അവർ സ്പെസിഫിക്കലി പറയുന്ന ചില ടാർഗറ്റ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് 169 ടാർഗറ്റ്സ് ആണ് ടോട്ടലി ഉള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 17 ഗോൾസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ യു ഹാവ് ദി 17 സസ്റ്റൈനബിൾ ഗോൾസ് ഗിവൻ. സോ ഏതൊക്കെയാണ്? നോ പോവർട്ടി, സീറോ ഹങ്കർ, ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ജെൻഡർ ഇക്വാലിറ്റി, അങ്ങനെ തുടങ്ങി പാർട്ട്ണർഷിപ്സ് ഫോർ ദി ഗോൾസ് വരെ വരുന്ന 17 ഗ്ലോബൽ ഗോൾസ് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഗോൾസ് ആണ് നമുക്കുള്ളത്. ഈ ഓരോ ഗോൾസിനും അതിൻ്റെതായിട്ടുള്ള ടാർഗറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതെന്നുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു. സ്പെസിഫിക്കലി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഏതാണ്? ഇതിനകത്ത് ഈ ക്വസ്റ്റിനകത്ത് നമ്മളോട് ഗോൾ നമ്പർ 12, അതായത് റെസ്പോൺസിബിൾ കൺസപ്ഷൻ ആൻഡ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? അണ്ടർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 12, സസ്റ്റൈനബിൾ കൺസപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ, one of the targets is to reduce per capita food waste at the retail and consumer levels by. So basically ചോദിച്ചിരിക്കുന്നത് എന്താ? ഈ 12ാമത്തെ ഗോളായ സസ്റ്റൈനബിൾ കൺസപ്ഷൻ ആൻഡ് പ്രൊഡക്ഷനിൽ അതിൻ്റെതായിട്ടുള്ള ടാർഗറ്റ്സും ഉണ്ട്. ഓക്കെ, ആ ടാർഗറ്റ്സിൽ ഈ പറയുന്ന ഒരു പെർട്ടിക്കുലർ ടാർഗറ്റ് ആണ് റെഡ്യൂസ് പെർ ക്യാപിറ്റൽ ഫുഡ് വേസ്റ്റ് അറ്റ് ദ റീറ്റെയിൽ ആൻഡ് കൺസ്യൂമർ ലെവൽ. അത് എത്രമാത്രം കുറയ്ക്കണം എന്നുള്ളതാണ് സ്പെസിഫിക്കലി ചോദിച്ചിരിക്കുന്നത്. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. യൂഷ്വൽ കേസിൽ നമ്മൾ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് പഠിക്കുന്ന സമയത്ത് ആ 17 ഗോൾസ് എന്താണെന്നുള്ളതായിരിക്കും പ്രൈമറിലി നമ്മൾ നോക്കുന്നത്. യൂഷ്വൽ കേസിൽ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും അങ്ങനെ തന്നെയായിരിക്കും. 17 ഗോൾസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് യൂഷ്വൽ കേസിൽ ചോദിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ റീസെൻറ്റ് എക്സാം ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ ഈ ഓരോ ഗോൾസിനകത്തു നിന്നും ആ ടാർഗറ്റ്സിൽ ഫോക്കസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം 160 ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, ഇവിടെ നമ്മൾ പറഞ്ഞു 169 ടാർഗറ്റ്സ് ആണ് ഈ പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 169 ടാർഗറ്റ്സ് പഠിക്കുക എന്ന് പറഞ്ഞൊരു ഹെക്റ്റിക് ആയിട്ടുള്ളൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം അതിനോടൊരു ഫെമിലിയാരിറ്റി ഉണ്ടാവുക, അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിനോടെങ്കിലും ഒരു ഫെമിലിയാരിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് അവിടെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എനിവേ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇസ് ഓപ്ഷൻ B, 1/2 എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. സോ അണ്ടർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 12, സസ്റ്റൈനബിൾ കൺസപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ, one of the targets is to reduce per capita food waste at the retail and consumer levels by half, അല്ലെങ്കിൽ 1/2. That is option B. Moving to the next question. Given below are two statements. One is labeled as assertion A and the other is labeled as reason R. And the assertion says there has to be an integrated approach to achieve the targets of sustainable development goals. And reason says many of the SDGs are interconnected. So basically the assertion reason question ആണ്. Sustainable development goals 17 ഏതൊക്കെയാണ് നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പുള്ള ക്വസ്റ്റനിൽ കണ്ടു അല്ലേ? ഇതിനെ നമ്മൾ ഇന്റർലിങ്ക്ഡ് ഗോൾസ് എന്നാണ് പറയുന്നത്. ദേ ആർ ഇന്റർകണക്റ്റഡ് ഗോൾസ്, അങ്ങനെയാണ് നമ്മൾ അതിനെ പെർസീവ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സിലേക്ക് വരൂ. ദർ ഹാസ് ടു ബി ആൻ ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ടു അച്ചീവ് ദ ടാർഗറ്റ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അച്ചീവ് ചെയ്യണമെങ്കിൽ ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു അപ്രോച്ച് അല്ലെങ്കിൽ ഒരു ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അതിന് ആവശ്യമാണെന്നാണ് സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത്.
അല്ലെങ്കിൽ അസേർഷൻ പറയുന്നത്. ഓക്കെ, റീസൺ പറഞ്ഞിരിക്കുന്നത് എന്താ? മെനി ഓഫ് ദ SDGs ആർ ഇന്റർ കണക്റ്റഡ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ആവശ്യമായിരിക്കുന്നത്? ബിക്കോസ് പല SDGസും ഇന്റർ കണക്റ്റഡ് ആണ് അല്ലെങ്കിൽ ഇന്റർ ലിങ്ക്ഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണെന്ന് മാത്രമല്ല, റീസൺ ആയിട്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഈ പറയുന്ന അസേർഷന് കൊടുക്കാൻ കഴിയുന്ന കറക്റ്റ് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ കൂടിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എൻ്റെ റൈറ്റ് ആൻസർ ഏതായിരിക്കും? Both A and R are correct, and R is the correct explanation of it. So that is option A. So the right answer for this question is obviously option A. Moving to the next question. Given below are two statements. One is labeled as assertion A and the other is labeled as reason R. So again, ഒരു assertion reason question ആണ്. Assertion പറഞ്ഞിരിക്കുന്നത് എന്താ? Coastlines are considered as high potential areas for wind energy generation, and reason says ocean water can be utilized as coolant during wind energy production. So ഈ അസേർഷനും റീസണും ബേസിക്കലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ വിൻഡ് എനർജി പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അസേർഷനും റീസണുമാണ്. സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് നോക്കാം, അതിനുശേഷം ഇത് കൃത്യമായി ഈ റീസൺ കൃത്യമായി അസേർഷന് കൊടുക്കാൻ സാധിക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ ആണോ എന്നും കൂടെ നമുക്ക് പരിശോധിക്കാം. അസേർഷൻ പറയുന്നത് എന്താ? കോസ്റ്റ് ലൈൻസ് ആർ കൺസിഡേർഡ് as high potential areas for wind energy generation. കോസ്റ്റ് ലൈൻസ് വിൻഡ് എനർജി പ്രൊഡക്ഷന് അല്ലെങ്കിൽ വിൻഡ് എനർജി ജനറേഷന് തീർച്ചയായിട്ടും സാധ്യതയുള്ളൊരു ഹൈ പൊട്ടൻഷ്യൽ ഏരിയ ആണ്. അല്ലെങ്കിൽ വിൻഡ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ ജനറേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സാധ്യതകളുള്ള ഒരു സ്ഥലമാണ്, ഒരു പ്രദേശമാണ് കോസ്റ്റ് ലൈൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണ് അല്ലേ? അവിടെ വിൻഡ് കൂടുതലായിട്ട് ലഭിക്കുന്നുണ്ട്. സോ ദാറ്റ് അതിൽ നിന്ന് വിൻഡ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അസേർഷൻ റൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ്. റീസൺ പറയുന്നത് എന്താ? ഓഷ്യൻ വാട്ടർ ക്യാൻ ബി യൂട്ടിലൈസ്ഡ് as coolant during wind energy production. അപ്പോൾ വിൻഡ് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൂളൻസ് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് ഈ ഓഷ്യൻ വാട്ടർ യൂസ് ചെയ്യാം എന്നാണ് റീസൺ പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. പക്ഷേ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അല്ലെങ്കിൽ അസേർഷനായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യത്തിനുള്ളൊരു റീസൺ അല്ല ആർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം അസേർഷൻ പറയുന്നത് എന്താ? കോസ്റ്റൽ ലൈൻസ് ഹൈ പൊട്ടൻഷ്യൽ ഏരിയാസ് ആണ് ഫോർ വിൻഡ് എനർജി ജനറേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ റീസണിൽ എന്താ പറയുന്നത്? അതിൻ്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്താ നമുക്ക് കൂളൻസ് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്, ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആ കൂളൻസ് ആയിട്ട് ഓഷ്യൻ വാട്ടർ ഉപയോഗിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റുകൾ രണ്ടും ശരിയാണ്, പക്ഷെ ദേ ആർ നോട്ട് കണക്റ്റഡ് ടു ഈച്ച് അതർ. ഇൻ ദാറ്റ് കേസ് നമുക്ക് എന്താ പറയാൻ സാധിക്കുക? ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ അസേർഷൻ റീസൺ എന്താ? രണ്ടും ശരിയാണ്, പക്ഷെ റീസൺ ഒരു കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ല. ദാറ്റ് മീൻസ് both A and R are correct, but R is not the correct explanation of A. That is option B. So the right answer for this question is obviously option B. Moving to the next question, targets of goal 7 of the Millennium Development Goals are. So നമ്മൾ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യനിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനെ കുറിച്ച് പറഞ്ഞു, അതിനെക്കുറിച്ച് സംസാരിച്ചു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഉള്ള മറ്റൊരു ഏരിയ ആണ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി എന്താ? നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗോൾസ് അല്ലെങ്കിൽ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്, ഏകദേശം 8ഓളം മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് നമുക്കുണ്ട്. മുമ്പ് നമ്മൾ പറഞ്ഞ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എത്രയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ? 17 ആയിരുന്നു അവിടെ നമ്മൾ കണ്ടത്. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത് ദേ ആർ 8 in number. സോ ഇതും കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. യൂഷ്വൽ കേസിൽ ഞാൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് യൂഷ്വൽ കേസിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താ? ആ 8 ഗോൾസ് എന്തൊക്കെയാണെന്ന് അറിയാമെങ്കിൽ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് യൂഷ്വൽ കേസിൽ വരാറ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ റീസെന്റ് എക്സാംസ് ഒക്കെ നമ്മളൊന്ന് പരിശോധിച്ചാൽ കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആ ഏരിയയിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്താണ്, ഏതൊക്കെയാണ് ഈ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. സോ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ 8 ഗോൾസ് ആണ് ദാറ്റ് UN മെമ്പർ സ്റ്റേറ്റ്സ് ഹാവ് agreed to try to achieve by the year 2015. 2015 എന്ന ടാർഗറ്റ് ഇയർ വെച്ചിട്ട് യുണൈറ്റഡ് നേഷൻസ് മെമ്പർ സ്റ്റേറ്റ്സ് എഗ്രി ചെയ്തിട്ടുള്ള 8 ഗോൾസ് ആണ് ഈ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ 8 ഗോൾസ് ഉണ്ട്, അതിന് 21 ടാർഗറ്റ്സ് ഉണ്ട്, അത് മാത്രമല്ല 60 ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അപ്പം 8 ഗോൾസ് ഉണ്ട്, ആ 8 ഗോൾസിൽ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ചില ടാർഗറ്റ്സ് ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഈ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ അത് മനസ്സിലാക്കാനായിട്ട് സഹായകരമാണ് ചില ഇൻഡിക്കേറ്റേഴ്സും അവർ ഈ ഒരു മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിന്റെ ഭാഗമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചും കൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒരു ഏരിയ, കാരണം 21 ടാർഗറ്റ്സേ ഉള്ളൂ. മറ്റതുപോലെയല്ല, കുറച്ചും കൂടെ വാസ്റ്റ് ആണ് മറ്റതെന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുമെങ്കിൽ അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ 21 ടാർഗറ്റ്സും കൂടെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനും പഠിക്കാനും സാധിച്ചാൽ ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മുടെ LMSൽ നമ്മുടെ നോട്ട്സിനകത്ത് ഈ ടാർഗറ്റ്സും അതുപോലെ ഗോൾസ് എല്ലാം നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ
ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് 8 ഗോൾസ് അല്ലെങ്കിൽ ഈ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിന്റെ ഭാഗമായിട്ട് വരുന്ന ഗോൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. We have reduced poverty and social exclusion, achieve universal primary education, promote gender equality and empower women, reduce child mortality, improve maternal health, combat HIV, AIDS and tuberculosis, ensure environmental sustainability and finally partnership for development. So ഇതാണ് 8 മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഇസ് സ്പെസിഫിക്കലി ഫോക്കസിങ് ഓൺ ഗോൾ നമ്പർ 7. 7ാമത്തെ ഗോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? ടാർഗറ്റ്സ് ഓഫ് ഗോൾ 7 ഓഫ് ദ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ആർ. അപ്പം 7ാമത്തെ ഗോൾ എന്തായിരുന്നു? ദാറ്റ് ഇസ് എൻഷുർ എൻവയൺമെന്റൽ സസ്റ്റൈനബിലിറ്റി. അപ്പോൾ ഈ എൻവയൺമെന്റൽ സസ്റ്റൈനബിലിറ്റി അച്ചീവ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഗോളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടാർഗറ്റ്സ് ഏതൊക്കെയാണ് ഓപ്ഷൻസിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾ ഓപ്ഷൻസ് നോക്കൂ. കൺട്രോൾ ഗ്ലോബൽ വാർമിംഗ്, യൂണിവേഴ്സൽ ആക്സസ് ടു മോഡേൺ എനർജി, increase global percentage of renewable energy, mitigating air pollution, double the improvement in energy efficiency. So basically ഈ പറയുന്ന environmental sustainability achieve ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഗോളുമായി ബന്ധപ്പെട്ട് പറയുന്ന ടാർഗറ്റ്സിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതിനകത്ത് ഏതൊക്കെയാണ്? That is universal access to modern energy, increase global percentage of renewable energy and also double the improvement in energy efficiency. So B, C and E ആണ് ഇതിന്റെ right answer. So B, C and D only is option C. So the right answer for this question is obviously option C. The next question, in which year did the first commitment period of the Kyoto Protocol come to an end? And we have the options 2011, 2012, 2014 and 2008. So ഈ ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞു, നമുക്ക് ചില കോർ ഏരിയാസ് ഉണ്ട് ഈ പറയുന്ന പീപ്പിൾ ആൻഡ് എൻവയൺമെൻറ്റ് എന്ന മൊഡ്യൂളിൽ. സോ അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കാണ് എൻവയൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കൺവെൻഷൻസും പ്രോട്ടോകോൾസും. സോ അതിനകത്ത് തന്നെ ആ പ്രോട്ടോകോൾസിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോളാണ് ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന, ഫ്രീക്വൻ്റ് ആയിട്ട് എല്ലാ തവണയും ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു പെർട്ടിക്കുലർ ഏരിയ ആണ് ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് നമുക്ക് ഈ ക്യോട്ടോ പ്രോട്ടോകോൾ എന്താണെന്ന് നോക്കിയതിന് ശേഷം ഇതിൻ്റെ കമ്മിറ്റ്മെൻറ്റ് പീരീഡിനെ കുറിച്ച് സംസാരിക്കാം. അതിനകത്ത് നിന്നും ഈ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആവശ്യമായിട്ടുള്ള ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ എന്താണ് ഈ ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ, ഈ ക്യോട്ടോ പ്രോട്ടോകോളിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ട്രേസ് ചെയ്യുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ ഈ ക്യോട്ടോ പ്രോട്ടോകോൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് കൃത്യമായി ഈ ക്യോട്ടോ പ്രോട്ടോകോൾ എങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കുന്നത് വളരെ
ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നിങ്ങൾ പീപ്പിൾ ആൻഡ് എൻവയൺമെൻറ്റ് ഒക്കെ പഠിച്ചിട്ടുള്ളവരോ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേര് നിങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൺവെൻഷനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഈസ് യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, അതെന്താ UNFCCC എന്നുള്ള ഒരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. UNFCCCയുടെ ഫുൾ ഫോം എന്താണ്? യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. സോ ഈ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് അഥവാ UNFCCCയുടെ അപ്പെക്സ് ബോഡീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് അല്ലെങ്കിൽ COP എന്ന് നമ്മൾ വിളിക്കുന്നു. ആ COP എല്ലാ ഇയറിലും ഇവർ ഗ്യാദർ ചെയ്യാറുണ്ട്. ഇവർ ഒന്നിച്ചു കൂടി ഈ പറയുന്ന ഈ UNFCCCയിൽ അവർ പറയുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എൻവയൺമെൻറ്റൽ ഇഷ്യൂസിനെ കുറിച്ച് അവർ ചർച്ച ചെയ്യുകയും അതിന് വേണ്ടിയുള്ള മെഷേഴ്സിനെ കുറിച്ച് ആലോചിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ നടന്ന ഒരു COP ആണ് ആക്ച്വലി ഈ ക്യോട്ടോ പ്രോട്ടോക്കോളിലേക്ക് ലീഡ് ചെയ്തത്. സോ ബേസിക്കലി അങ്ങനെ ഈ COP ഞാൻ പറഞ്ഞു ഓരോ തവണ നടക്കാറുണ്ടെന്ന് പറഞ്ഞു. UNFCCCയുടെ അപ്പെക്സ് ബോഡിയാണ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. അവർ എല്ലാ വർഷവും ഗ്യാദർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ മൂന്നാമത്തെ തവണ COP 3 അവരെവിടെയാണ് ബേസിക്കലി അവർ കൂടിയത്? ദാറ്റ് വാസ് ഇൻ ക്യോട്ടോ, ജപ്പാനിലുള്ള ക്യോട്ടോയിലാണ് മൂന്നാമത്തെ COP അവർ കൂടിയത്. അവിടെ വെച്ചാണ് ഈ ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നൊരു കാര്യം എസ്റ്റാബ്ലിഷ്ഡ് ആവും. അപ്പോൾ ക്യോട്ടോ പ്രോട്ടോക്കോളിലേക്ക് വരുന്നതിന് മുമ്പ് ഇത് എന്താണ് അല്ലെങ്കിൽ ഇത് എങ്ങനെ ഉണ്ടായി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു ഹിസ്റ്ററിയെക്കുറിച്ച് ഞാൻ സംസാരിച്ചത്. സോ ദിസ് ക്യോട്ടോ പ്രോട്ടോക്കോൾ വാസ് അഡോപ്റ്റഡ് ഇൻ ക്യോട്ടോ, ജപ്പാൻ on 11th December 1997 and hence got the name of Kyoto Protocol. അപ്പോൾ 1997ലാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ വരുന്നത്. ആൻഡ് ഈ ഒരു പെർട്ടിക്കുലർ പ്രോട്ടോക്കോൾ അഡോപ്റ്റ് ചെയ്തത് ഈ പറയുന്ന COP ക്യോട്ടോ, ജപ്പാനിലുള്ള ക്യോട്ടോ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന COPയിൽ വെച്ചാണ്. അതുകൊണ്ടാണ് ഇതിനെ ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇത് സംഭവിക്കുന്നു. അതിനുശേഷം ഇത് ദിസ് ഒഫീഷ്യലി കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ 2005ലാണ് ഇത് ഒഫീഷ്യലി വരുന്നത്. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഈ ക്യോട്ടോ പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ട് 2 കമ്മിറ്റ്മെന്റ് പീരീഡ്സ് ആണുള്ളത്. അപ്പോൾ ഇതിനകത്ത് അവർ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ 2 കമ്മിറ്റ്മെന്റ് പീരീഡ്സ് ആണ് പ്രധാനമായും ക്യോട്ടോ പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ടുള്ളത്. അതിനകത്ത് ഫസ്റ്റ് കമ്മിറ്റ്മെന്റ് പീരീഡ് എന്ന് പറയുന്നത് എന്നാ സ്റ്റാർട്ട് ചെയ്തത്? 2008ലാണ് ആൻഡ് ഇറ്റ് എൻഡഡ് ഇൻ 2012. 2008 തുടങ്ങി 2012 അവസാനിക്കുന്നതായിരുന്നു ആദ്യത്തെ കമ്മിറ്റ്മെന്റ് പീരീഡ് എന്ന് പറയുന്നത്. പക്ഷെ പിന്നീട് വീണ്ടും എന്ത് ചെയ്തു? ആ ഒരു പീരീഡ് അവർ എക്സ്റ്റെൻഡ് ചെയ്തു. 2012 തൊട്ട് സെക്കൻഡ് കമ്മിറ്റ്മെന്റ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യാണ് ആൻഡ് ഇറ്റ് എക്സ്റ്റെൻഡഡ് അപ് ടു 2020. സോ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഫസ്റ്റ് കമ്മിറ്റ്മെന്റ് പീരീഡ് സ്റ്റാർട്ടഡ് ഇൻ 2008 and ended in 2012 and second commitment period started in 2012 and it ended in 2020. So നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? In which year did the first commitment period of the Kyoto Protocol come to an end? സോ ഫസ്റ്റ് കമ്മിറ്റ്മെന്റ് പീരീഡ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? 2008ലാണ് ആൻഡ് ഇറ്റ് എൻഡഡ് ഇൻ 2012. സോ എന്ന് ഇത് എൻഡ് ചെയ്തു എന്നാണ് ക്വസ്റ്റ്യൻ. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, 2012. Moving to the next question. Which of the following greenhouse gases were the target gases whose emission was to be covered under the first commitment period of the Kyoto Protocol? So basically Kyoto Protocol വന്നതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ നിലവിൽ വരുന്നത്. അപ്പോൾ അതിന്റെ ഫസ്റ്റ് കമ്മിറ്റ്മെന്റ് പീരീഡിൽ നമ്മൾ ഫസ്റ്റ് കമ്മിറ്റ്മെന്റ് പീരീഡിനെ കുറിച്ചും സെക്കൻഡ് കമ്മിറ്റ്മെന്റ് പീരീഡിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചു കഴിഞ്ഞ ക്വസ്റ്റില്. സോ അതിന്റെ ഫസ്റ്റ് കമ്മിറ്റ്മെന്റ് പീരീഡിൽ ചില ഗ്യാസസ്, ചില ഗ്രീൻ ഹൗസ് ഗ്യാസസ് അവരുടെ ടാർഗറ്റ് ആയിരുന്നു. ആ പറയുന്ന ഗ്യാസസിന്റെ എമിഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് കമ്മിറ്റ്മെന്റ് പീരീഡിന്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ അതിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ആ ടാർഗറ്റ് ആയിട്ടുണ്ടായിരുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയെന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓപ്ഷൻസിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യണം. സോ ആ ഒരു ലിസ്റ്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. The targets for the first commitment period of the Kyoto Protocol cover emissions of the 6 main greenhouse gases and the list is given below. So 6 പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതായിരുന്നു. എനിക്ക് അതായിരുന്നു ഈ ഫസ്റ്റ് കമ്മിറ്റ്മെന്റ് പീരീഡിലെ വൺ ഓഫ് ദ മേജർ ടാർഗറ്റ്സ്. ഏതൊക്കെയായിരുന്നു ഗ്യാസസ്? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, hydrofluorocarbons, perfluorocarbons and finally sulfur hexafluoride. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ട കാര്യം എന്താ? ഈ ഓപ്ഷൻസിൽ നിന്നും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതൊക്കെ ഗ്യാസസ് ആണ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതെന്ന് മാത്രം നോക്കിയാൽ മതിയായിരിക്കും. സോ ഒബ്വിയസ്ലി ഏതൊക്കെ ഇതിനകത്ത് വരാനായിട്ട് സാധ്യത? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് അല്ലെ, CO2 കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ദെൻ അടുത്ത ഏതാ വരാൻ സാധ്യതയുള്ളത്? N2O is നൈട്രസ് ഓക്സൈഡ്. അപ്പോൾ നൈട്രസ് ഓക്സൈഡും അതിനകത്തുണ്ട്. ഇനി അടുത്ത ഏതാ വരാൻ സാധ്യതയുള്ളത്? CH4 ദാറ്റ് ഇസ്
മീതെയിനും ഉണ്ട് അല്ലെ. അപ്പം ഈ തന്നിരിക്കുന്ന 6 എണ്ണത്തിൽ നിന്ന് നമുക്ക് ഇവിടെ ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് തന്നിട്ടുണ്ട്, then we have N2O, that is nitrous oxide, and finally methane, that is CH4. So B, C, E ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. B, C and D only is option D. So the right answer for this question is option D itself. Moving to the next question. So നമ്മൾ ഈ people and environment എന്ന മൊഡ്യൂൾ പരിശോധിക്കുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അല്ലെങ്കിൽ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പൊല്യൂട്ടൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് പറഞ്ഞു. ആ രീതിയിലുള്ള അല്ലെങ്കിൽ ആ ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളിങ്ങനെ കഴിഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആ നേച്ചറിലുള്ള ക്വസ്റ്റ്യൻസ്. ആൻഡ് കൺവെൻഷൻസ് ആൻഡ് പ്രോട്ടോകോൾസ് വെരി ഇമ്പോർട്ടൻറ്റ്, അതെന്നുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ കണ്ടു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഈ പറയുന്ന പൊല്യൂഷൻ അല്ലെങ്കിൽ പൊല്യൂഷൻ സംബന്ധമായിട്ടുണ്ടാവാൻ സാധ്യത ഡിസീസസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസീസസ്, അതും വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണ്. അപ്പം നിങ്ങൾ ഇങ്ങോട്ട് നോക്കി, ഇവിടെ നമുക്ക് ചില ഡിസീസസ് ആണ് ലിസ്റ്റ് 1 തന്നിരിക്കുന്നത്. ലിസ്റ്റ് 2 തന്നിരിക്കുന്നത് എന്താണ്? മോഡ് ഓഫ് സ്പ്രെഡ്, ഇതെങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓപ്ഷൻസ് ആണ് ലിസ്റ്റ് 2 തന്നിരിക്കുന്നത്. അപ്പോൾ ലിസ്റ്റ് 1 ഏതൊക്കെയുണ്ട്? കോളറയുണ്ട്, ട്രക്കോമയുണ്ട്, പിന്നെ ഷിസ്റ്റോസോമിയാസിസ് ഉണ്ട്, and we have dengue fever as well. So mode of spread എന്തൊക്കെയാണ്? lack of water to maintain cleanliness, involves water contact but not ingestion. Ingestion means നമ്മളത് കൺസ്യൂം ചെയ്യുക എന്നുള്ള ഒരു അർത്ഥമാണ്. ingestion of polluted water requires host. അപ്പോൾ നമുക്ക് വേരിയസ് കോമ്പിനേഷൻസ് ഉണ്ട്, ഇതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് ആൻസേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം. സോ കോളറ എ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് എന്തുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും? ഇൻജെക്ഷൻ ഓഫ് പൊല്യൂട്ടഡ് വാട്ടർ, അതായത് നമ്മൾ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ കൺസ്യൂം ചെയ്താൽ നമുക്ക് കോളറ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ അല്ലെങ്കിൽ ഈ ഡിസീസ് കോളറ എന്ന ഡിസീസ് സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണമാണ് ഇൻജെക്ഷൻ ഓഫ് പൊല്യൂട്ടഡ് വാട്ടർ എന്ന് പറയുന്നത്, കാരണം നമ്മൾ കൺസ്യൂം ചെയ്യാന്ന് പറയുന്നത്. സോ എ ഏതാണ്? 3 ആണ്. Then we have B, ട്രക്കോമ എന്ന് പറയുന്ന ഒരു ഡിസീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രക്കോമ ഈസ് ബേസിക്കലി ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് ആൻഡ് ഇറ്റ് അഫക്ട്സ് അവർ ഐസ് as well. സോ ട്രക്കോമ എന്തുകൊണ്ടാണ് വരുന്നത്? ലാക്ക് ഓഫ് വാട്ടർ ടു മെയിൻറ്റെയിൻ ക്ലെൻലിനെസ്, നല്ല വെള്ളം, അതായത് നമുക്ക് നന്നായിട്ട് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന വെള്ളം ആക്സസ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഡിസീസാണ് ട്രക്കോമ എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ സിയിലേക്ക് നിങ്ങൾ വരൂ. ഷിസ്റ്റോസോമിയാസിസ് ആണ് അടുത്തതായിട്ട് വന്നേക്കുന്നത്. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇറ്റ് ഇൻവോൾവ്സ് വാട്ടർ കോണ്ടാക്ട് ബട്ട് നോട്ട് ഇൻജെക്ഷൻ. അതായത് ഈ ഷിസ്റ്റോസോമിയാസിസ് എന്ന് പറയുന്നത് നമ്മൾ വാട്ടർ കൺസ്യൂം ചെയ്യുന്നുണ്ട്, ഇപ്പം പൊല്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലതല്ലാത്ത വെള്ളം കുടിക്കുന്നത് കൊണ്ട് വരുന്നൊരു അസുഖമല്ല, മറിച്ച് എന്താ, നമുക്ക് മറ്റു രീതിയിൽ എന്തെങ്കിലും ഒരു കോണ്ടാക്ട് ഇതുമായിട്ട് വന്നാൽ, ഈ വെള്ളവുമായിട്ട് വന്നാൽ അതുകൊണ്ട് സംഭവിക്കുന്ന ഒരു രോഗമാണിത്. ബേസിക്കലി ഇത് പാരസൈറ്റ് വോംസ് കൊണ്ടാണ് ഇതുണ്ടാകുന്നത്. അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം ഒക്കെ യൂസ് ചെയ്താൽ ഈ പറയുന്ന വോംസ് നമ്മുടെ സ്കിന്നിലൂടെ പെനട്രേറ്റ് ചെയ്ത് ഉള്ളിലേക്ക് കിടക്കും. അങ്ങനെ പെനട്രേറ്റ് ചെയ്ത് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലും അതിനുശേഷം പ്രധാനപ്പെട്ട അവയവങ്ങളിലൊക്കെ എത്തും, ലിവറിലും അതുപോലെ ഇൻറ്റസ്റ്റൈനിലൊക്കെ ഇതെത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബേസിക്കലി പറഞ്ഞാൽ എന്താ, ഇവിടെ നമ്മൾ ആ വെള്ളം കുടിക്കുന്ന അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യണമെന്നില്ല, ഇവിടെ നമ്മൾ ആ വെള്ളവുമായിട്ട് കോൺടാക്റ്റിൽ വന്നാൽ തന്നെ ഈ പാരസൈറ്റ് വോംസ് എന്ത് ചെയ്യും, നമ്മുടെ സ്കിന്നിലൂടെ പെനട്രേറ്റ് ചെയ്ത് നമ്മുടെ ബോഡിക്കുള്ളിലേക്ക് കിടക്കും. അതുകൊണ്ടാണ് ഇറ്റ് ഇൻവോൾവ്സ് വാട്ടർ കോണ്ടാക്ട് ബട്ട് നോട്ട് ഇൻജെക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഡെങ്കു. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇറ്റ് ആക്ച്വലി റിക്വയർസ് എ ഹോസ്റ്റ്, ഒരു ഹോസ്റ്റ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഹോസ്റ്റിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖം, അതിനെയാണ് നമ്മൾ അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇതിന് റിക്വയർസ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഡെങ്കു ഫീവർ അങ്ങനെയാണ് സംഭവിക്കുന്നത് അല്ലേ. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ 4. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഏതായിരിക്കും ഇതിനകത്ത്? A3B1. A3 ആണ് നമ്മൾ പറഞ്ഞു. Then we have B, that is 1, and C2 and D4. C2 and D4. So C2 and D4 is option C. So the right answer for this question is option C itself. Moving to the next question, അതേപോലെ തന്നെ ആ ഏരിയയിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണത്. Which one of the following waterborne diseases does not require direct contact with water but a host to spread? അതായത് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ വാട്ടർ ബോൺ ഡിസീസ് ആണ്, പക്ഷെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ, ഇതിന് ഒരു ഡയറക്റ്റ് കോണ്ടാക്ട് വേണമെന്നില്ല. ഈ പറയുന്ന വാട്ടർ പൊല്യൂട്ടഡ് അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് വാട്ടറുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ബന്ധം വേണമെന്നില്ല ഈ അസുഖം വരാൻ, മറിച്ച് എന്താ, ഒരു ഹോസ്റ്റ് മതി. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന ഓപ്ഷൻസ് കോളറ, മലേറിയ, ട്രക്കോമ, അതുപോലെ ഷിസ്റ്റോസോമിയാസിസ് ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ഇതിനകത്തൊരു ഹോസ്റ്റ് മൂലം പകരുന്ന അസുഖം ഏതായിരിക്കും? ദാറ്റ് ഇസ് മലേറിയ. മലേറിയ ബേസിക്കലി എങ്ങനെയാണ് പകരുന്നത്? മോസ്കിറ്റോസ് ആണ് അത് സ്പ്രെഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ രീതിയിലും എസ്പെഷ്യലി പറഞ്ഞാൽ അനോഫിലസ് എന്ന് പറയുന്ന മോസ്കിറ്റോ ആണ് ഈ പറയുന്ന മലേറിയ സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ മലേറിയ എന്ന് പറയുന്ന ഡിസീസ് ബേസിക്കലി അതൊരു വാട്ടർ ബോൺ ഡിസീസിൻ്റെ കാറ്റഗറിയിൽ പെടുത്താൻ സാധിക്കുന്ന ഒരു ഡിസീസാണ്.
പക്ഷേ ഈ പറയുന്ന ഡയറക്റ്റ് കോണ്ടാക്ട് വാട്ടറുമായിട്ട് വേണം എന്നൊരു നിർബന്ധവുമില്ല. മറിച്ച് എന്താ, ഒരു ഹോസ്റ്റിലൂടെ സ്പ്രെഡ് ചെയ്യപ്പെടുന്നത്. മോസ്കിറ്റോ ഒരു ഹോസ്റ്റ് ആണ്, കാരണം എന്താ, മോസ്കിറ്റോ ആണ് ഇത് സ്പ്രെഡ് ആക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ സ്പ്രെഡ് ചെയ്യുന്ന അസുഖം ഏത് അല്ലെങ്കിൽ ഡിസീസ് ഏതെന്നായിരുന്നു ക്വസ്റ്റ്യൻ. ദാറ്റ് ഇസ് ഓപ്ഷൻ ബി, മലേറിയ. So the right answer for this question is obviously option B. Moving to the next question. Which country is in the process of setting up the largest integrated solar wind energy park of 30 gigawatt capacity? So നമുക്ക് ചില ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ഇങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒബ്വിയസ്ലി പീപ്പിൾ ആൻഡ് എൻവയൺമെന്റിൽ പ്രതീക്ഷിക്കുക. അപ്പോൾ കുറച്ച് നമ്മൾ ഇങ്ങനെയുള്ള എൻവയൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേഷൻസിനെ കുറിച്ചും പുതിയ ഇനീഷ്യേറ്റീവ്സിനെ കുറിച്ചൊക്കെ നമ്മൾ കുറച്ച് അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കും. ഇപ്പം കറൻ്റ്ലി നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കുക. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോക്കസ് തന്നെയാണ് പീപ്പിൾ ആൻഡ് എൻവയൺമെൻറ്റിൽ. അപ്പോൾ ആ രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്നത്. അപ്പോൾ വിച്ച് കൺട്രി ഈസ് ഇൻ ദ പ്രോസസ് ഓഫ് സെറ്റിംഗ് അപ്പ് ദ ലാർജസ്റ്റ് ഇൻറ്റഗ്രേറ്റഡ് സോളാർ വിൻഡ് എനർജി പാർക്ക് ഓഫ് 30 gigawatt കപ്പാസിറ്റി? അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ചൈന, ഇന്ത്യ, ഓസ്ട്രേലിയ ആൻഡ് സൗദി അറേബ്യ. തന്നിരിക്കുന്ന രാജ്യങ്ങളിൽ ഏകദേശം 30 gigawatt കപ്പാസിറ്റി ഉള്ള സോളാർ വിൻഡ് എനർജി പാർക്ക്, ദ ലാർജസ്റ്റ് ഇൻറ്റഗ്രേറ്റഡ് സോളാർ വിൻഡ് എനർജി പാർക്ക് സെറ്റപ്പ് ചെയ്യുന്ന കൺട്രി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ദാറ്റ് ഈസ് നൺ അതർ ദാൻ ഇന്ത്യ ഇറ്റ്സെൽഫ്. സോ ഇന്ത്യയാണ് ബേസിക്കലി ഇങ്ങനെ ഒരു പുതിയ പ്രൊജക്റ്റുമായിട്ട് വരുന്നത്. സോ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം, ഇതെന്താ സംഭവം, ഇത് എവിടെയാണ്, ഏത് സ്ഥലത്താണിത് ഈ പ്രൊജക്റ്റ് വരുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ നരേന്ദ്ര മോദി laid the foundation stone in Gujarat for a renewable energy production complex that would be larger than any existing or planned electricity units in the world. The hybrid solar and wind power system is envisaged to reach 30 gigawatts. So basically ഈ ഒരു പദ്ധതി, ഈ ഒരു പ്രോഗ്രാം എവിടെയാണ് വരുന്നത്? ഗുജറാത്തിലാണ് വരുന്നത്. ആൻഡ് ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ it is basically larger than any existing or planned electricity units in the world. ഇപ്പോൾ കറൻ്റ്ലി ഉള്ളതോ ഓൾറെഡി പ്ലാനിൽ ഇരിക്കുന്നതോ ആയ മറ്റ് എല്ലാ ഇലക്ട്രിസിറ്റി യൂണിറ്റ്സിനേക്കാളും ലാർജർ ആയിട്ടുള്ളൊരു പദ്ധതിയാണ് ബേസിക്കലി ഗുജറാത്തിൽ വരാനായിട്ട് പോകുന്നത്. ആൻഡ് ബേസിക്കലി ഇതെന്താണ്? ഇറ്റ് ഇസ് എ ഹൈബ്രിഡ് സോളർ ആൻഡ് വിൻഡ് പവർ സിസ്റ്റം ആൻഡ് ഇറ്റ് envisaged to reach അതിൻ്റെ ഗോൾ എത്രയാണ്? 30 gigawatt എനർജി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. സോളാർ വിൻഡ്, ഹൈബ്രിഡ് സോളാർ വിൻഡ് പവർ സിസ്റ്റം ആയിരിക്കും ഇത്. പ്ലേസ് ഗുജറാത്ത് ആണെന്ന് ഓർത്തിരിക്കുക. സോ ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് ദ ലാർജസ്റ്റ് ആയിട്ടുള്ള പ്ലാൻ തന്നെയാണ്, ലാർജർ ദാൻ എനി എക്സിസ്റ്റിംഗ് ഓർ പ്ലാൻഡ് ഇലക്ട്രിസിറ്റി യൂണിറ്റ്സ് ഇൻ ദി വേൾഡ്. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യനിൽ അത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് കൺട്രി ഈസ് ഇൻ ദ പ്രോസസ് ഓഫ് സെറ്റിംഗ് അപ്പ് ദ ലാർജസ്റ്റ് ഇൻറ്റഗ്രേറ്റഡ് സോളാർ വിൻഡ് എനർജി പാർക്ക് ഓഫ് 30 gigawatt capacity? That is option B, India. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എഗെയിൻ അതേ നേച്ചറിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ജനറൽ ആയിട്ട് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസിന്റെ നേച്ചറിൽ തന്നെ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഇന്ത്യാസ് ലാൻഡ് ഇസ് വൾനറബിൾ ടു എർത്ത്ക്വേക്സ്? സോ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ നമ്മൾ ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി അപ് ടു ഡേറ്റ് ആകും. ഓക്കെ, ഇങ്ങനെയുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒരു അവയർനെസ് ഉണ്ടാവണം എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കി പഠിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. യൂഷ്വൽ കേസിൽ ഈ എർത്ത്ക്വേക്കിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എർത്ത്ക്വേക്കിൻ്റെ കാരണം എന്താണ്, അതുപോലെ തന്നെ റിച്ചർ സ്കെയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പെർട്ടിക്കുലർലി ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ഫുൾ ലാൻഡ് മാസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര പെർസെൻറ്റേജ് ആണ് എർത്ത്ക്വേക്കിനോട് വൾനറബിൾ ആയിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയാസൊക്കെ നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ക്വസ്റ്റ്യൻസിനോടൊരു ഫെമിലിയാരിറ്റി വരുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ ഒക്കെ ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ കളക്ട് ചെയ്യാനും അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കാനും ശ്രമിക്കുള്ളൂ. അപ്പോൾ അതാണ് ഈ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ ചെയ്യുന്നതിൻ്റെ ഒരു മെറിറ്റ്. എസ്പെഷ്യലി ഇങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള ഏരിയാസ് മനസ്സിലാക്കുന്നതിൽ അത് നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. സോ ബേസിക്കലി ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. അപ്രോക്സിമേറ്റ്ലി 57% ഓഫ് ഇന്ത്യാസ് ലാൻഡ് ഇസ് വൾനറബിൾ ടു എർത്ത്ക്വേക്സ്. സോ ഇന്ത്യയുടെ ടോട്ടൽ ലാൻഡ് മാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഡിഫറെൻറ്റ് സീസ്മിക് സോൺസ് ആയിട്ട്, എർത്ത്ക്വേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സീസ്മിക് സോൺസ് ആയിട്ട് നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും. 2 to 5 എന്ന് പറയുന്ന റേഞ്ചിലാണ് നമ്മളതിനെ തിരിക്കുക. ലോ റിസ്ക് ഏരിയ തുടങ്ങി വെരി ഹൈ റിസ്ക് ഏരിയ വരെ ആ രീതിയിലാണ് ഈ സോൺസിനെ തിരിക്കുക. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് റെഫർ ചെയ്യാനും പഠിക്കാനായിട്ട് സാധിക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ സീസ്മിക് സോൺസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഓരോ റേഞ്ചിലും, അല്ലെങ്കിൽ ഈ പറഞ്ഞ സീസ്മിക് സോൺ 2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, സീസ്മിക് സോൺ 5 എന്ന് പറഞ്ഞാൽ എന്താ, ഈ ബേസിക്കലി പറഞ്ഞാൽ റിസ്ക് അതിൻ്റെ വേരിയേഷൻസ് വെരി ലോ ടു വെരി ഹൈ ആ രീതിയിലുള്ളതാണ് ഈ ഒരു സോൺസിൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഏരിയ ഒക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോഴാണ് ബേസിക്കലി അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും പഠിക്കാനായിട്ടും ശ്രമിക്കാം. ഓക്കെ, എനിവേ ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ദാറ്റ് ഇസ് ഓപ്ഷൻ എ, അപ്രോക്സിമേറ്റ്ലി 57%. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ
ഇതിനകത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, ഡിഫറെൻറ്റ് ഹസാർഡസ് വേസ്റ്റിനെ കുറിച്ചാണ് ഓപ്ഷൻ 1-ൽ ലിസ്റ്റ് 1-ൽ തന്നിരിക്കുന്നത്. ലിസ്റ്റ് 2-ൽ അവരുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വേസ്റ്റ് അതുപോലെ വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ എഗെയിൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാവുക. അപ്പോൾ ഈ പറയുന്ന വേസ്റ്റിനൊക്കെ എങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ട് അതിനെ നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയണമെങ്കിലുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ്. അപ്പോൾ വേസ്റ്റ് ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ അതിൽ നിന്നുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു ഇത്. ലിസ്റ്റ് 1-ൽ ഹസാർഡസ് വേസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ, ഇഗ്നൈറ്റബിൾ, കൊറോസീവ്, റിയാക്റ്റീവ്, ടോക്സിക്. ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, വെരി അൺസ്റ്റേബിൾ, causes serious health issues, destroy containers, able to sustain കമ്പഷൻ. സോ ഇതിനകത്ത് ഓരോ ഓപ്ഷൻസും നമ്മൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാനായിട്ടുള്ളത്. ഇതിനകത്ത് ഓപ്ഷൻ എ ഏതുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഇഗ്നൈറ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഏബിൾ ടു സസ്റ്റെയിൻ കമ്പഷൻ. കമ്പഷനെ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഹസാർഡസ് വേസ്റ്റുകളെയാണ് ഇഗ്നൈറ്റബിൾ അല്ലെങ്കിൽ എ ഓപ്ഷനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കൊറോസീവ് എന്ന് പറഞ്ഞാൽ എന്താ, കൊറോസീവ് ഇസ് ഓർ ഇറ്റ് ക്യാൻ ബി കണക്റ്റഡ് ടു ഡിസ്ട്രോയ് കണ്ടെയ്നേഴ്സ്. അപ്പോൾ അത് വെക്കുന്ന കണ്ടെയ്നേഴ്സ് ഇങ്ങനെ തുരുമ്പടിക്കുക അങ്ങനെയുള്ള രീതിയിൽ അത് കൊറോസീവ് അല്ലെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയും. ആ രീതിയിലുള്ള വേസ്റ്റുകളാണ് കൊറോസീവ് വേസ്റ്റ് എന്ന് പറയുന്നത്. റിയാക്റ്റീവ് എന്ന് പറയുന്നത് എന്താ, വെരി അൺസ്റ്റേബിൾ. റിയാക്റ്റീവ് ആയിട്ടുള്ള ഹസാർഡസ് വേസ്റ്റ് ബാക്കിയുള്ള എലമെന്റ്സ് കോമ്പണൻസും ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്ത് അതിന്റെ ഫോം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സോ ദാറ്റ് ഇസ് റിയാക്റ്റീവ്. ടോക്സിക് എന്ന് പറഞ്ഞാൽ എന്താ, ടോക്സിക് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ഓർ ഇറ്റ് കോസസ് സീരിയസ് ഹെൽത്ത് ഇഷ്യൂസ്. അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ പൊട്ടൻഷ്യൽ ഉള്ള വേസ്റ്റ് ഐറ്റംസിനെയാണ് നമ്മൾ ടോക്സിക് വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഈ ഓപ്ഷൻസ് എങ്ങനെയാണ് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതെന്ന്. ഓപ്ഷൻ എ ക്യാൻ ബി കണക്ട് ടു ഓപ്ഷൻ 4 അല്ലേ. A4 ആണെന്ന് നമ്മൾ പറഞ്ഞു, B3 ആണെന്ന് പറഞ്ഞു. ഓക്കെ, A4 B3 എന്ന് പറയുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നിന്ന് ഇനി നമ്മൾ ബാക്കി 2 ഓപ്ഷൻസ് വെച്ച് ഐഡന്റിഫൈ ചെയ്യണം. സോ സി എന്താണ്, ദാറ്റ് ഇസ് 1, വെരി അൺസ്റ്റേബിൾ. സോ C1 and D2. സോ C1 D2 അതേതാണ്, ഓപ്ഷൻ സി. അപ്പോൾ A4 B3 C1 D2 that is option C. So the right answer for this question is option C itself. Moving to the next question. സോ നമ്മൾ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിനെ കുറിച്ച് ഓൾറെഡി പറയുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞല്ലേ, ഇതിൽ നിന്ന് യൂഷ്വൽ കേസിൽ നമുക്ക് വന്നുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആ ഗോൾസ്, ഇപ്പോൾ 8 ഗോൾസ് ആണ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിലുള്ളത്. ആ 8 ഗോൾസിനെ കുറിച്ച് അവയർനെസ് ഉണ്ടാകുക, അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ബേസിക്കലി നമുക്ക് ഈ ഏരിയയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതും യൂഷ്വൽ കേസിൽ വരുന്നതുമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ആ രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. സോ ഇവിടെ ഇത് ആ 8 ഗോൾസ് അറിയാവുന്നവർക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്ത് ആൻസർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമായിരുന്നു. സോ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിലെ ആദ്യത്തെ 4 ഗോൾസ് ആണ് തന്നിരിക്കുന്നത്. അതിന്റെ എയിംസും ഇവിടെ കൃത്യമായി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഗോൾ 1 എന്ന് പറയുന്നത് എന്തായിരുന്നു? ഗോൾ 1 റിഡ്യൂസ് പോവർട്ടി ആൻഡ് സോഷ്യൽ എക്സ്ക്ലൂഷൻ. സോ റിഡ്യൂസ് പോവർട്ടി ആൻഡ് സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് എന്താ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്ന കാര്യം ഏതാണ്? ദാറ്റ് ഇസ് ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ എന്നുള്ളതാണ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത്. അടുത്ത എന്താണ്? അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. ഗോൾ 2 എന്ന് പറയുന്നത് എന്താ? അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. സോ ഗോൾ 2 ഇസ് 4. ഇനി ഗോൾ 3ലേക്ക് നമുക്ക് പോകാം. ഗോൾ 3 എന്താണ്? പ്രൊമോട്ട് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് എംപവർ women. Promote gender equality and empower women. So goal 3 is option 1 and goal 4 എന്താണ്? Reduce child mortality. So reduce child mortality എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഇത് കണക്ട് ചെയ്ത് നോക്കാം. ഗോൾ 1 എന്ന് പറയുന്നത് ഏതാണെന്ന് നമ്മൾ പറഞ്ഞു, ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ. സോ ഗോൾ 1 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഗോൾ 1 അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് 3 ആണ്. രണ്ടാമത് നമ്മൾ കണ്ടത് ഏതായിരുന്നു? ദാറ്റ് ഇസ് 4. ബി ഇസ് 4. സോ A3B4. A3B4 എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. എ തന്നെയാണ് ആൻസർ. ബാക്കി 2 കൂടെ നമുക്ക് നോക്കാം. സി ഏതാണ് നമ്മൾ പറഞ്ഞത്? പ്രൊമോട്ട് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് എംപവർ വിമൻ. ഗോൾ 4 ഇസ് ചൈൽഡ് reduce child mortality. So C1 and D2. So C1 and D2 again, that is option A. So the right answer for this question is obviously option A. Moving to the next question. Convention on Biodiversity was signed during, and we have the options: Montreal Protocol 1987, Earth Summit at Rio de Janeiro 1992, Kyoto Protocol in 1997, and finally Human Environment Conference Stockholm 1972. So basically ഈ പറയുന്ന കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി സൈൻ ചെയ്തിരിക്കുന്നത് എർത്ത് സമ്മിറ്റ് അറ്റ് റിയോ ഡി ജനീറോ 1992 സോ എന്താണ് ഈ എർത്ത് സമ്മിറ്റ് എന്ന് നമുക്ക് നോക്കാം. അവിടെ തന്നെ ബേസിക്കലി കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി മാത്രമല്ല
ആ ഒരു പെർട്ടിക്കുലർ സമ്മിറ്റിന്റെ ഭാഗമായിട്ട് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു എച്ച് സമ്മിറ്റിൽ സൈൻ ചെയ്തിരിക്കുന്നത് 3 റിയോ കൺവെൻഷൻസ് ആണ്. ആ 3 കൺവെൻഷൻസ് ഏതൊക്കെയാണെന്നുള്ളതും കൂടി ഈ ക്വസ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. സോ എച്ച് സമ്മിറ്റ് 1992 അതിന്റെ ഫുൾ ഫോം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസിക്കലി ഈ പറയുന്ന എച്ച് സബ്മിറ്റിന്റെ ടൈറ്റിൽ എന്തായിരുന്നു? യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഈ പറയുന്ന ഓരോ സബ്മിറ്റുകളുടെയും ശരിയായിട്ടുള്ള ടൈറ്റിൽ എന്താണെന്ന് മനസ്സിലാക്കണം. ആ രീതിയിലും ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, എച്ച് സബ്മിറ്റ് ലിസ്റ്റ് 1 തന്നിട്ട് ഈ പറയുന്ന യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ്, ആ കോൺഫറൻസിന്റെ ടൈറ്റിൽ അല്ലെങ്കിൽ നെയിം എന്തായിരുന്നു എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ആയിട്ടോ ഈ പറയുന്ന ഓപ്ഷൻസ് ഐഡന്റിഫൈ ചെയ്യാനും അതോടൊപ്പം തന്നെ മാച്ച് ദ ഫോളോയിങ്, ഇതുപോലെ ഇപ്പോൾ സ്റ്റോക്ക്ഹോം കോൺഫറൻസ് അതിന്റെ പേരെന്താണ്, ടൈറ്റിൽ എന്താണ്, അങ്ങനെയൊക്കെ ചോദിക്കാം അല്ലേ. അപ്പോൾ ആ രീതിയിലും കൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഈ പറയുന്ന സബ്മിറ്റ്സ് അല്ലെങ്കിൽ പ്രോട്ടോകോൾസുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമാണ്. സോ എനിവേ എച്ച് സബ്മിറ്റ് 1992 is titled as United Nations Conference on Environment and Development. സോ ഈ കോൺഫറൻസ് നടന്ന ഇവിടെയാണ്, റിയോ ഡി ജനീറോ, ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ് നടന്നത്. എന്നാണ് നടന്നത്? June 3 to 14, 1992. സോ ഇവിടെ ബേസിക്കലി ഫോക്കസ് ചെയ്യപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു? ടു റീകൺസൈൽ വേൾഡ് വൈഡ് എക്കണോമിക് ഡെവലപ്മെന്റ് വിത്ത് പ്രൊട്ടക്ഷൻ ഓഫ് ദി എൻവയൺമെന്റ്. ഈ എൻവയൺമെന്റ് പ്രൊട്ടക്ഷനോടൊപ്പം തന്നെ വേൾഡ് വൈഡ് എക്കണോമിക് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആ രീതിയിലൊരു ചിന്തയാണ് ഈ പറയുന്ന എച്ച് സബ്മിറ്റ് മുമ്പോട്ട് വെച്ചത്. അപ്പം ഈ എച്ച് സബ്മിറ്റിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് വന്നിട്ടുണ്ട്. ഒരുപാട് ട്രീറ്റീസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അജണ്ട 21 പോലെയുള്ള പ്രധാനപ്പെട്ട ചില ഇനിഷ്യേറ്റീവ്സ് ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരുന്നത് ഈ കൺവെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി ഏത് സബ്മിറ്റിലാണ് സൈൻ ചെയ്തത് എന്നുള്ള രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും നമ്മളിവിടെ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ 3 റിയോ കൺവെൻഷൻസ് ആണ് ഈ പറഞ്ഞ എച്ച് സബ്മിറ്റിന്റെ ഭാഗമായിട്ട് സൈൻ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഓൺ ബയോഡൈവേഴ്സിറ്റി, ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഡെസർട്ടിഫിക്കേഷൻ. ഈ 3 കോൺഫറൻസസ് ആണ് അല്ലെങ്കിൽ കൺവെൻഷൻസ് ആണ് ബേസിക്കലി ഈ പറയുന്ന എച്ച് സബ്മിറ്റിന്റെ ഭാഗമായിട്ട് സൈൻ ചെയ്തിരുന്നത്. The 3 conventions are intrinsically linked, operating in the same ecosystems and addressing interdependent issues. അപ്പോൾ ഈ 3 കൺവെൻഷൻസും ബേസിക്കലി ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ അല്ലെങ്കിൽ ഇൻട്രിൻസിക്കലി they are linked to each other and they are basically addressing interdependent issues. അപ്പോൾ ഏതൊക്കെയാണ് ആ 3 കൺവെൻഷൻസ് ഉള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്നാൽ നമ്മൾ ഓൾറെഡി അതിൻ്റെ ആൻസർ ഐഡന്റിഫൈ ചെയ്താണ്. കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി വാസ് സൈൻ ഡ്യൂറിംഗ് എർത്ത് സബ്മിറ്റ് റിയോ ഡി ജനീറോ 1992. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. സോ ഈ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു കൺവെൻഷൻ മാത്രമല്ല ഇതിനോടൊപ്പം തന്നെ വന്നിട്ടുള്ള ബാക്കി 2 കൺവെൻഷൻസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. United Nations Environmental Program UNEP was a result of deliberations held during. അപ്പോൾ UNEP ഈ പറയുന്ന ഏത് കോൺഫറൻസിന്റെ ഫലമായിട്ടാണ് നിലവിൽ വന്നതെന്നാണ് ക്വസ്റ്റ്യൻ. സോ ബേസിക്കലി ദാറ്റ് ഇസ് ഓപ്ഷൻ എ, ഹ്യൂമൻ എൻവയൺമെന്റൽ കോൺഫറൻസ് അറ്റ് സ്റ്റോക്ക്ഹോം in 1972. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റോക്ക്ഹോം കോൺഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് ഈ ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും നമുക്ക് തിരിച്ചു വരാം. സോ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ദി ഹ്യൂമൻ എൻവയൺമെന്റ് എന്നുള്ളതാണ് സ്റ്റോക്ക്ഹോം കോൺഫറൻസിന്റെ റിയൽ ടൈറ്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എഗെയിൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുക, ഓരോ കൺവെൻഷൻ്റെയും ശരിയായിട്ടുള്ള ടൈറ്റിൽ അല്ലെങ്കിൽ അതിൻ്റെ നെയിംസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. മുമ്പേ നമ്മൾ എച്ച് സബ്മിറ്റിന്റെ ഭാഗമായിട്ടും ഈ കാര്യം തന്നെയാണ് ഐഡന്റിഫൈ ചെയ്തത്. സ്റ്റോക്ക്ഹോം കോൺഫറൻസിന്റെ ഫുൾ ടൈറ്റിൽ ഇതായിരുന്നു, യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ദി ഹ്യൂമൻ എൻവയൺമെന്റ് ദാറ്റ് വാസ് ഹെൽഡ് ഇൻ സ്റ്റോക്ക്ഹോം, സ്വീഡനിലുള്ള സ്റ്റോക്ക്ഹോമിൽ June 5 മുതൽ 16 വരെ 1972 നടന്നിട്ടുള്ള ഒരു കോൺഫറൻസ് ആണ് സ്റ്റോക്ക്ഹോം കോൺഫറൻസ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഇനിഷ്യേറ്റീവ് ആണ് UNEP എന്ന് പറയുന്നത്. UNEPയുടെ ഫുൾ ഫോം എന്താണ്? യുണൈറ്റഡ് നേഷൻസ് എൻവയൺമെന്റൽ പ്രോഗ്രാം. സോ ബേസിക്കലി എന്താ, യുഎനുമായിട്ട് ബന്ധപ്പെട്ട എൻവയൺമെന്റൽ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഗൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ വന്നിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ്, ഒരു പ്രോഗ്രാമാണ് UNEP എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഫുൾ ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. UNEP സ്റ്റാൻഡ്സ് ഫോർ യുണൈറ്റഡ് നേഷൻസ് എൻവയൺമെന്റ് പ്രോഗ്രാം. ഇത് നിലവിൽ വന്നത് 1972 എന്തിൻ്റെ ഭാഗമായിട്ട് വന്നു? സ്റ്റോക്ക്ഹോം കോൺഫറൻസിന്റെ ഭാഗമായിട്ട് വന്നു. സ്റ്റോക്ക്ഹോം കോൺഫറൻസിന്റെ ഒറിജിനൽ ടൈറ്റിൽ എന്താ? യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ദി ഹ്യൂമൻ ഡെവലപ്മെന്റ്. ആൻഡ് ഓൾസോ ഇത് എവിടെ വെച്ച് നടന്നു? എന്ന് നടന്നു സ്റ്റോക്ക്ഹോം, സ്വീഡനിൽ വെച്ചിട്ടാണ് നടന്നത്. June 5 to 16, 1972 ഈ കോൺഫറൻസ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റനിൽ തന്നെ നമ്മൾ എന്തുമാത്രം ഇൻഫർമേഷൻസ് ആണ് പഠിച്ചത് അല്ലേ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞു. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള അങ്ങനെ പൊട്ടൻഷ്യൽ ഉള്ള ഏരിയ ആണ് ഇത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കിയെന്ന്
ഉറപ്പുവരുത്തുക. Again, coming back to the question is very direct and easy. UNEP was a result of the deliberations held during Human Environmental Conference at Stockholm in 1970. So that is option A. Moving to the next question, Kigali Amendment to the Montreal Protocol envisages reduction in HFC's consumption by late 2040s to the extent of. So, ഈ Kigali Amendment എന്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന എന്നുള്ളതൊന്ന് പറയാം. That is associated with Montreal Protocol. So, again, Kyoto Protocol പറഞ്ഞതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ആണ് Montreal Protocol. It's very, very important. എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ആൻഡ് Montreal Protocol 1987 വന്നത്. സോ നമ്മൾ പറഞ്ഞ ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതായിരുന്നു. അതുപോലെ മോൺട്രിയൽ പ്രോട്ടോക്കോൾ ആണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ഓസോൺ ഡിപ്ലീറ്റിംഗ് ആയിട്ടുള്ള സബ്സ്റ്റൻസസിൻ്റെ കൺസെപ്ഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ഉപയോഗം അത് കുറയ്ക്കുക, അതായിരുന്നു ബേസിക്കലി റിഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഗ്രാജുവലി അത് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ വന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ കീ വേർഡ്സ് അല്ലെങ്കിൽ കീ ആയിട്ടുള്ള ഈ ഐഡിയാസ് ഓർത്തിരിക്കുന്നതിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ ക്യോട്ടോ പ്രോട്ടോക്കോൾ ആണെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ എന്നുള്ള ഒരു ടൈറ്റിൽ ഓർക്കുക, മോൺട്രിയൽ ആണെന്നുണ്ടെങ്കിൽ ഓസോൺ ഡിപ്ലീഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ കീ വേർഡ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ 1987 മോൺട്രിയൽ പ്രോട്ടോക്കോൾ വരുന്നത്. അതിൻ്റെ ഒരു അമെൻമെൻ്റ് ആയിട്ട് October 15, 2016 ഈ കിഗിലി അമെൻമെൻറ്റ് നിലവിൽ വരുന്നത്. സോ അതെന്താണെന്ന് നമുക്ക് നോക്കാം. സോ ദിസ് അമെൻമെൻറ്റ് എയിംസ് ഫോർ ദ ഫേസ് ഡൗൺ ഓഫ് ഹൈഡ്രോഫ്ലൂറോകാർബൺസ് ഓർ HFCs by cutting their production and consumption. സോ ബേസിക്കലി ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മോൺട്രിയൽ പ്രോട്ടോക്കോൾ അവർ പറഞ്ഞ എന്താ, ഈ പറയുന്ന ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസിനെ റിഡ്യൂസ് ചെയ്യണം. അപ്പോൾ CFC നമ്മൾ ഈ റെഫ്രിജറേറ്റേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്ന CFC ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഈ പറയുന്ന ഓസോൺ ഡിപ്ലീറ്റിംഗ് ഒരു സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ ആ CFCനെ മാറ്റാൻ അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് വന്നതായിരുന്നു HFC എന്ന് പറഞ്ഞത്. പക്ഷേ HFCയുടെ പ്രശ്നം എന്താ? HFC ശരിയാണ്, ഒരു ഓസോൺ ഡിപ്ലീറ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ഒന്നും അല്ല, അല്ലെങ്കിൽ ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്നില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതൊരു പവർഫുൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. അതായത് ഈ ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ നമ്മുടെ ടെമ്പറേച്ചർ കൂടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ HFC ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പം എന്ത് ചെയ്തു? ഈ പറയുന്ന കിഗിലി അമെൻമെൻറ്റ് 2016 ആയപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, ഇതിൻ്റെയും നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഉപയോഗം നമ്മൾ എന്താ ചെയ്യേണ്ടത്, പ്രൊഡക്ഷൻ അതോടൊപ്പം തന്നെ അതിനെ കൺസ്യൂം ചെയ്യുന്നത്, ഇത് രണ്ടും എന്ത് ചെയ്യണം, നമ്മൾ കട്ട് ഡൗൺ ചെയ്യണം എന്നുള്ളതായിരുന്നു കിഗിലി അമെൻമെൻറ്റിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസിൻ്റെ ഉപയോഗം അതോടൊപ്പം തന്നെ പ്രൊഡക്ഷൻ റിഡ്യൂസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത്. അപ്പോൾ CFC വളരെ പ്രധാനപ്പെട്ട ഒരു ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് ആണെന്ന് കണ്ടെത്തി അതിൻ്റെ ഭാഗമായിട്ട് CFCനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ടാണ് HFC വരുന്നത്. പക്ഷെ പിന്നീട് മനസ്സിലായ കാര്യം എന്താ, ഈ HFC ഒരു ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് അല്ല, പക്ഷെ അതൊരു പവർഫുൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. അപ്പോൾ അതും എൻവയൺമെൻറ്റിന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉപയോഗവും എന്ത് ചെയ്യണം, ഫേസ് ഡൗൺ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു പെർട്ടിക്കുലർ അമെൻമെൻറ്റ് നിലവിൽ വരുന്നത്. സോ വളരെ പെർട്ടിക്കുലർ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ എയിം എന്തായിരുന്നു? ദ ഗോൾ ഇസ് ടു അച്ചീവ് ഓവർ 80% റിഡക്ഷൻ ഇൻ HFC കൺസംപ്ഷൻ ബൈ 2047. ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കണക്കാണ്. ക്വസ്റ്റനിൽ അവരൊരു റേഞ്ച് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2047 കൂടി 80% എങ്കിലും ഈ പറഞ്ഞ HFCയുടെ പ്രൊഡക്ഷൻ അതോടൊപ്പം തന്നെ അതിൻ്റെ കൺസ്യൂം ചെയ്യുന്ന അളവ് ഇത് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. ക്വസ്റ്റിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, കിഗിലി അമെൻമെൻറ്റ് ടു ദ മോൺട്രിയൽ പ്രോട്ടോകോൾ emphasizes റിഡക്ഷൻ ഇൻ HFC's കൺസംപ്ഷൻ ബൈ ലേറ്റ് 2040s ടു ദി എക്സ്റ്റെൻഡ് ഓഫ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ളൊരു കണക്ക് പറഞ്ഞു. ഇവിടെ ഒരു റഫായിട്ടുള്ളൊരു റേഞ്ചാണ് അവർ പറയുന്നത്. ഇയറും കൃത്യമായിട്ട് 2047 എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ 2040s എന്നുള്ള രീതിയിൽ ഒരു കണക്കാണ് ഇവർ പറയുന്നത്. എനിവേ നിങ്ങൾക്ക് ആ 80% എന്നുള്ള ഉത്തരം അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഫിഗർ അറിയാമെങ്കിൽ ആൻസർ കണ്ടെത്തുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ദാറ്റ് ഈസ് ഓപ്ഷൻ സി അല്ലേ, 80 to 85%. ദാറ്റ് ഈസ് ഓപ്ഷൻ സി. Moving to the next question, given below are two statements. Statement 1 says summer smog is primarily associated with photochemical formation of ozone and other pollutants. Statement 2 says the Great Smog of London disaster is a classic example of summer smog. So basically ഈ സ്മോഗിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ സ്മോഗ് രണ്ട് തരത്തിലുണ്ട്. സമ്മർ സ്മോഗും ഉണ്ട്, വിന്റർ സ്മോഗും ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, സമ്മർ സ്മോഗ് ഇസ് പ്രൈമർലി അസോസിയേറ്റഡ് വിത്ത് ഫോട്ടോകെമിക്കൽ ഫോർമേഷൻ ഓഫ് ഓസോൺ ആൻഡ് അതർ പൊല്യൂട്ടൻസ്. അത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. സമ്മർ സ്മോഗിനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ഇറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ദ ഫോട്ടോകെമിക്കൽ ഫോർമേഷൻ ഓഫ് ഓസോൺ ആൻഡ് അതർ പൊല്യൂട്ടൻസ്. ഈ പറയുന്ന ഓസോണും മറ്റ് പൊല്യൂട്ടൻസും ഈ സൺലൈറ്റിൽ ഉണ്ടാവുന്ന ചില റിയാക്ഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ചില
ആ രീതിയിലുള്ള ചില റിയാക്ഷൻസ് കൊണ്ടാണ് ബേസിക്കലി സമ്മർ സ്മോഗ് ഉണ്ടാവുന്നത് എന്നാണ് സ്റ്റേറ്റ്മെന്റ് 1 പറഞ്ഞിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരൂ. ദ ഗ്രേറ്റ് സ്മോഗ് ഓഫ് ലണ്ടൻ ഡിസാസ്റ്റർ ഇസ് എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് സമ്മർ സ്മോഗ്. സോ ഈ ബേസിക്കലി ഈ പറയുന്ന ഗ്രേറ്റ് സ്മോഗ് ഓഫ് ലണ്ടൻ ഡിസാസ്റ്റർ സംഭവിക്കുന്നത് December 1952 സോ ഈ ഗ്രേറ്റ് സ്മോഗ് ഓഫ് ലണ്ടൻ ഡിസാസ്റ്റർ വാസ് നോട്ട് എ സമ്മർ സ്മോഗ്, അതൊരു വിൻഡർ സ്മോഗ് ആയിരുന്നു. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അവിടെ ഭയങ്കര വിൻ്ററും അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ഒക്കെ ആയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന വിൻഡർ സ്മോഗ് അവിടെ ഉണ്ടായി. ആ രീതിയിൽ അതൊരു ഡിസാസ്റ്റർ ആയിട്ട് വരുന്നു. അതാണ് ബേസിക്കലി ഈ പറയുന്ന ഗ്രേറ്റ് സ്മോഗ് ഓഫ് ലണ്ടൻ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ബേസിക്കലി ഓർക്കേണ്ട കാര്യം എന്താ, സ്മോഗ് തന്നെ 2 തരത്തിലുണ്ടാവാം. സമ്മർ സ്മോഗും ഉണ്ട്, വിൻഡർ സ്മോഗും ഉണ്ട്. സമ്മർ സ്മോഗിൻ്റെ ഒരു അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട റീസൺ ആണ് സ്റ്റേറ്റ്മെന്റ് 1 തന്നിരിക്കുന്നത്. ദാറ്റ് ഇസ് എ റൈറ്റ് സ്റ്റേറ്റ്മെന്റ്. പക്ഷെ രണ്ടാമത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഈ പറയുന്ന ഗ്രേറ്റ് സ്മോഗ് ഓഫ് ലണ്ടൻ ഡിസാസ്റ്റർ ഒരു സമ്മർ സ്മോഗ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഇസ് റോങ്, അതൊരു വിൻഡർ സ്മോഗ് ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും ആൻസർ? സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്, പക്ഷെ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 is true, but statement 2 is false. So option C. So the right answer for this question is obviously option C. Moving to the next question, which of the following are the main goals of the Convention on Biological Diversity? So basically നമ്മൾ ഈ ഒരു കൺവെൻഷനെ കുറിച്ച് ഇതിനു മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ഗോൾസ് ഏതൊക്കെയാണെന്ന് ഓപ്ഷൻസിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാം. അതാണ് ക്വസ്റ്റ്യൻ. സോ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് വായിച്ച് അത്യാവശ്യം ഒരു സെൻസിബിൾ ആയിട്ട് തോന്നുന്ന ഓപ്ഷൻസ് ഐഡന്റിഫൈ ചെയ്താൽ മതിയായിരിക്കും. ഈ പറയുന്ന ബയോഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് എടുക്കാൻ സാധിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയെന്നും ഐഡന്റിഫൈ ചെയ്താൽ ഇത് ആൻസർ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. ഓപ്ഷൻസ് നോക്കൂ. പ്രൊട്ടക്ഷൻ ഓഫ് വാട്ടർ റിസോഴ്സസ്, ദ കൺസർവേഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, പ്രൊമോഷൻ ഓഫ് ഷിഫ്റ്റിംഗ് അഗ്രികൾച്ചർ, the sustainable use of biological components, fair and equitable sharing of benefits arising from genetic resources. അപ്പോൾ ബയോഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഇതിനകത്ത് ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ചെയ്യാം അല്ലേ, ദ കൺസർവേഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. ദെൻ അടുത്ത ഏതാ? ഓപ്ഷൻ ഡി ചെയ്യാം, ദ സസ്റ്റൈനബിൾ യൂസ് ഓഫ് ബയോളജിക്കൽ കോമ്പണൻസ്. ഈ നോക്കാമല്ലോ, ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ഷെയറിംഗ് ഓഫ് ബെനിഫിറ്റ്സ് അറൈസിംഗ് ഫ്രം ജനറ്റിക് റിസോഴ്സസ്. സോ ബി, D and E ആണ് ഇതിന്റെ ആൻസർ. So B, D and E only is option C. So the right answer for this question is obviously option C. Moving to the next question, which one of the following articles of the Indian Constitution talks about a duty to protect the environment? So Indian Constitutionലെ ഏത് ആർട്ടിക്കിൾ ആണ് നമ്മളുടെ എൻവയൺമെന്റ് പ്രൊട്ടക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡ്യൂട്ടിയെ കുറിച്ച് സംസാരിക്കുന്നത്? സോ അഗെയിൻ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നമുക്ക് കുറച്ച് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അവയർനെസ്, എസ്പെഷ്യലി എൻവയൺമെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ട്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എൻവയൺമെന്റിനെ കുറിച്ച് സംസാരിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസിന്റെ ഏതൊക്കെയാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എൻവയൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരത്തിലെ ചില അവയർനെസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില ധാരണ ഉണ്ടാവുന്നതും നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എനിവേ ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ആർട്ടിക്കിൾ 51AG. So Article 51AG എന്താ പറയുന്നത്? It says that it shall be duty of every citizen of India to protect and improve the natural environment including forests, lakes, rivers and wildlife, and to have compassion for living creatures. So basically ഈ പറയുന്ന 51AGയിലാണ് നമ്മളുടെ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് ദി എൻവയൺമെന്റ് എന്ന് പറയുന്ന ആശയം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. So anyway the right answer for this question is option D. Moving to the next question, which of the following natural hazards is characterized by progressive occurrence and multi-causality? So ഈ പറയുന്ന എൻവയൺമെന്റൽ ഹസാർഡ്സ്, അതായത് നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്ന ഹസാർഡ്സും അതുപോലെ തന്നെ മാൻമെയ്ഡ് ആയിട്ട് വരുന്ന ഡിസാസ്റ്റേഴ്സ്, ഹസാർഡ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ഇതിനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, വളരെ പ്രോഗ്രസീവായിട്ട് ഗ്രാജുവലി സംഭവിക്കുന്ന എന്നാൽ മൾട്ടി കോസാലിറ്റി ഉള്ള മൾട്ടിപ്പിൾ കോസസിന് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോസസ് ഉള്ള പ്രോഗ്രസീവ് ആയിട്ട് വരുന്ന ഹസാർഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾ ഓപ്ഷൻസ് നോക്കൂ. എർത്ത് ക്വേക്ക്, വോൾക്കാനിക് ഇറപ്ഷൻ, എപ്പിഡമിക്, സ്റ്റോം. സോ പ്രോഗ്രസീവായി സംഭവിക്കുന്ന ഒരുപാട് പേരെ ഒരേ സമയത്ത് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ആ രീതിയിലൊക്കെയുള്ള ഒരു ഹസാർഡ് ഇതിനകത്ത് ഇതായിരിക്കും. ഒബ്വിയസ്ലി എപ്പിഡമിക് ആയിരിക്കും അല്ലേ. സോ ദി റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ സി, ദാറ്റ് ഇസ് എപ്പിഡമിക്. Moving to the next question, how many missions are there under the Climate Action Plan of Government of India? So Government of India'യുടെ Climate Action Plan'ൽ എത്ര മിഷൻസ് ഉണ്ടെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഈ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്താണെന്ന് നോക്കാം. അതിനുശേഷം
ഇതിനകത്ത് എത്ര ഗോൾസ് ആണ് ഉള്ളത്, ആ ഓരോ മിഷൻസും ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയിട്ട് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. സോ ബേസിക്കലി ദ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ലോഞ്ച് ചെയ്തത് ജൂൺ 30, 2008 സോ ഇതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഇറ്റ് ഐഡന്റിഫൈസ് മെഷേഴ്സ് ദാറ്റ് പ്രൊമോട്ട് ഡെവലപ്മെന്റ് ഒബ്ജക്റ്റീവ്സ് while also yielding core benefits for addressing climate change effectively. So basically ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് ആണ്, പക്ഷെ അതോട് ചേർന്ന് തന്നെ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ക്ലൈമറ്റ് ചേഞ്ചിനെ എങ്ങനെയാണ് നമുക്ക് ഇഫക്റ്റീവ്ലി അഡ്രസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, അതും ഈ പറയുന്ന നാഷണൽ ആക്ഷൻ പ്ലാനിന്റെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് തന്നെയായിരുന്നു. സോ ഇതിനകത്ത് എത്ര മിഷൻസ് ആണുള്ളത്? ഈ നാഷണൽ ആക്ഷൻ പ്ലാനിന്റെ ഭാഗമായിട്ട് 8 നാഷണൽ മിഷൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 8 മിഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നാഷണൽ സോളാർ മിഷൻ, നാഷണൽ മിഷൻ ഫോർ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി, നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ്, നാഷണൽ വാട്ടർ മിഷൻ, നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനിങ് ദി ഹിമാലയൻ എക്കോസിസ്റ്റം, നാഷണൽ മിഷൻ ഫോർ എ ഗ്രീൻ ഇന്ത്യ, നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ആൻഡ് ഫൈനലി നാഷണൽ മിഷൻ ഓൺ സ്ട്രാറ്റജിക് നോളജ് ഫോർ ക്ലൈമറ്റ് ചേഞ്ച്. സോ ഈ 8 മിഷൻസ് ആണ് നമ്മളുടെ ഈ നാഷണൽ ആക്ഷൻ പ്ലാനിന്റെ അല്ലെങ്കിൽ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ട് വരുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എത്ര മിഷൻസ് ആണ് ക്ലൈമറ്റ് ആക്ഷൻ പ്ലാൻ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ക്ലൈമറ്റ് ആക്ഷൻ പ്ലാനിന്റെ ഭാഗമായിട്ട് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഒബ്വിയസ്ലി നമ്മൾ കണ്ടതുപോലെ 8 നാഷണൽ മിഷൻസ് ആണുള്ളത്. സോ 8 is option B. So the right answer for this question is option B itself. So ഇതിനകത്ത് നിന്ന് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന മറ്റൊരു തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന ഈ 8 മിഷൻസ് എന്താണെന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ധാരണ ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതായത് ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ, which of the following are the missions of the national action plan on climate change? And we have given various options as well. സോ ഈ ഓപ്ഷൻസിൽ നിന്ന് ഈ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായി വരുന്ന മിഷൻസ് ഏതൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ പറഞ്ഞിരുന്നത്. സോ നാഷണൽ സോളാർ മിഷൻ, ഗ്രീൻ ഇന്ത്യ മിഷൻ, വെസ്റ്റേൺ ഗട്ട്സ് ഡെവലപ്മെന്റ് മിഷൻ, നാഷണൽ വാട്ടർ മിഷൻ, എയർ പൊല്യൂഷൻ മിറ്റിഗേഷൻ മിഷൻ. സോ ഓൾറെഡി നമ്മൾ ആ 8 മിഷൻസ് ഏതൊക്കെയാണെന്ന് കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. നാഷണൽ സോളാർ മിഷൻ, ഗ്രീൻ ഇന്ത്യൻ മിഷൻ, നാഷണൽ വാട്ടർ മിഷൻ. സോ A, B, D ആണ് ഇതിന്റെ ഓപ്ഷൻസ്, റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ്. So A, B and D only is option A. So the right answer for this question is option A itself. Moving to the next question, the faintest detectable noise by a healthy human ear is of. We have the option 0 decibel, 1 decibel, 10 decibel and 20 decibel. അപ്പോൾ ഈ നോയ്സ് അല്ലെങ്കിൽ നോയ്സ് പൊല്യൂഷൻ, നോയ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ വളരെയധികം എക്സ്പ്ലോർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പം സൗണ്ട് ഇൻറ്റൻസിറ്റി എന്താണ്, നോയ്സ് പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ചില ആക്ടുകളെ കുറിച്ചുള്ള ധാരണ, ആ രീതിയിലൊക്കെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇത് ചോദിച്ചിരിക്കുന്നത് എന്താ, ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഹ്യൂമൻ ഇയറിന് കേൾക്കാൻ സാധിക്കുന്ന ഏറ്റവും ഫെയിൻറ്റസ്റ്റ് ആയിട്ടുള്ള ഡിറ്റക്റ്റബിൾ നോയ്സ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ എ, 0 ഡെസിബിൾ ആണ്. 0 ഡെസിബിളിലുള്ള സൗണ്ട് ആണ് ഒരു ഹെൽത്തി ഹ്യൂമൻ ഇയറിന് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ഫെയിൻറ്റസ്റ്റ് ആയിട്ടുള്ള നോയ്സ് എന്ന് പറയുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ എ. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇതും ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എൻവയൺമെന്റ് റിലേറ്റഡ് ഒക്കെ ആയിട്ടുള്ള ചില ആക്ട്സ് തന്നിട്ടുണ്ട്. അത് ഏത് വർഷമാണ് നിലവിൽ വന്നത്, അപ്പോൾ ആ രീതിയിലൊരു അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. സോ ആക്ട്സ് ഏതൊക്കെ തന്നിരിക്കുന്നത്? വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ആക്ട്, എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ആക്ട്, എൻവയൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട്, ദ ഫാക്ടറീസ് അമെൻമെന്റ് ആക്ട്. അപ്പോൾ വർഷങ്ങൾ നിങ്ങൾക്ക് ലിസ്റ്റുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ആക്ട്സും എന്നാണ് നിലവിൽ വന്നതെന്ന് നോക്കാം. അതിനുശേഷം ഈ ആൻസറിലേക്ക്, ഈ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. സോ വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ആക്ട് 1974 വരുന്നത്. എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ആക്ട് എന്ന നിലവിൽ വന്നത് ദാറ്റ് ഇസ് ഇൻ 1981. Environment Protection Act was in 1986 and the Factories Amendment Act came in 1987. അപ്പോൾ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസിൽ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ നൽകിക്കുന്ന ഓപ്ഷൻസ് നമുക്ക് മാച്ച് ചെയ്ത് നോക്കാം. വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ആക്ട് 1974. സോ എ എന്ന് പറയുന്നത് ഏതാ? 1974, ദാറ്റ് ഇസ് 2. ദെൻ എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ആക്ട് 1981. 1981 എന്ന് പറയുന്ന ഓപ്ഷൻ 4 ആണ്. അപ്പോൾ ബി എന്ന് പറയുന്നത് ഏതാ? 4 ആണ്. Then we have Environment Protection Act that is 1986. So 1986 എന്ന് പറയുന്നത് 1 ആണ്. So C is 1. And then the Factories Amendment Act 1987. So 1987 is option 3. So D എന്ന് പറയുന്നത് എന്താ? ഓപ്ഷൻ 3 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ഏതാ? A2, B4, C1 and D3. That is option B. So the right answer for this question is option B itself.
മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ പ്രോട്ടോകോൾസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കീ വേർഡ്സ് ആണ്, നമ്മൾ ഓസോൺ ഡിപ്ലീഷൻ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ക്ലൈമറ്റ് ചേഞ്ച്, ആ രീതിയിൽ നിങ്ങൾ കീ ആയിട്ടുള്ള ടേംസ് അല്ലെങ്കിൽ കീ ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായി ആൻസർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ മോൺട്രിയൽ പ്രോട്ടോകോൾ എന്തിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്ത് ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യാനായിട്ടാണ് വന്നത്? ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റ്യൻസിൽ ഞാനത് മെൻഷൻ ചെയ്തിരുന്നു. ഓസോൺ ഡിപ്ലീഷൻ ആയിരുന്നു അവർ അഡ്രസ്സ് ചെയ്ത പ്രധാന, അല്ലെങ്കിൽ ഈ പ്രോട്ടോകോൾ അഡ്രസ്സ് ചെയ്ത ഇഷ്യൂ എന്ന് പറയുന്നത് ഓസോൺ ഡിപ്ലീഷൻ ആയിരുന്നു. അപ്പോൾ ഓസോൺ ഡിപ്ലീറ്റിംഗ് ആയിട്ടുള്ള സബ്സ്റ്റൻസസിൻ്റെ പ്രൊഡക്ഷൻ, അതോടൊപ്പം തന്നെ അതിൻ്റെ കൺസംഷൻ, അതിനെ എങ്ങനെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ, റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, അതായിരുന്നു മോൺട്രിയൽ പ്രോട്ടോക്കോളിൻ്റെ പ്രധാനപ്പെട്ട കൺസേൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുമായിട്ട് കണക്ട് ചെയ്യാം? ദാറ്റ് ഈസ് ഓപ്ഷൻ 4, റൈറ്റ്. എന്ന് പറയുന്നത് 4 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള, നിങ്ങൾക്ക് അറിയുന്ന ഒരു പ്രോട്ടോകോൾ ആണ്, ഈ ഒരു സെഷനിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു, ക്യോട്ടോ പ്രോട്ടോകോൾ. ക്യോട്ടോ പ്രോട്ടോകോൾ എന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കൺസേൺ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് എന്താ? ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻ. അതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ, അവർ അഡ്രസ്സ് ചെയ്തൊരു പ്രധാനപ്പെട്ട കൺസേൺ എന്ന് പറയുന്നത്. അപ്പോൾ അതേതായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം? റിഡ്യൂസ് ദി എമിഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അപ്പോൾ A4 ആണ്, C2 ആണ്. ഓക്കെ, അപ്പം A4 C2 ആണെങ്കിൽ തന്നെ ആൻസർ നിങ്ങൾക്ക് കിട്ടുമോ? ഒബ്വിയസ്ലി കിട്ടും അല്ലേ? ഓപ്ഷൻ C ആണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ബാക്കി രണ്ടെണ്ണം കൂടെ നമുക്ക് നോക്കാം. റിയോ സമ്മിറ്റ് എന്തിൻ്റെ ഭാഗമായിട്ട് ആണ് വന്നിട്ടുള്ളത്? റിയോ സമ്മിറ്റിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്തായിരുന്നു? എൻവയൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. റിയോ സമ്മിറ്റ് വന്നതിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് എന്ന് പറയുന്നത് എൻവയൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളതായിരുന്നു. പാരീസ് എഗ്രിമെന്റ് നിങ്ങൾ എന്തുമായിട്ട് കണക്ട് ചെയ്യണം? ക്ലൈമറ്റ് ചേഞ്ച്. പാരീസ് എഗ്രിമെന്റ് എന്ന് പറയുന്ന ടേം കേൾക്കുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ മോൺട്രിയൽ ഓസോൺ ഡിപ്ലീഷൻ ആണ്, ക്യോട്ടോ പ്രോട്ടോകോൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്, പാരീസ് എഗ്രിമെന്റ് എന്താണ്? ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ആ രീതിയിൽ ഓർത്തിരിക്കാം. സോ ഡി ഏതാണ്? ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷൻ ആൻഡ് അഡാപ്റ്റേഷൻ. സോ ഡി എന്താണ്? 3 ആണ് നമ്മൾ പറഞ്ഞു. സോ ബാക്കി രണ്ട് ഓപ്ഷൻസ് നമ്മൾ ഓൾറെഡി എയും സിയും നമുക്ക് അറിയാവുന്നത് കൊണ്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരുന്നു. Then we have B1 and D3, that is option C. So the right answer for this question is obviously option C. Moving to the next question, under which of the following agreements was it decided to limit the increase in global average temperature to well below 2 degrees Celsius? So basically നമ്മൾ ഇതിന് മുമ്പുള്ള ക്വസ്റ്റിൽ പറഞ്ഞു അല്ലേ, പാരീസ് എഗ്രിമെന്റിനെ കുറിച്ച് സംസാരിച്ചു. പാരീസ് എഗ്രിമെന്റ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഇഷ്യൂവിനെ കൃത്യമായി ഫോക്കസ് ചെയ്തു, അതിനെ അഡ്രസ്സ് ചെയ്ത ഒരു എഗ്രിമെന്റ് ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. സോ അതുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പാരീസ് എഗ്രിമെന്റ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ പാരീസ് എഗ്രിമെന്റ് ബേസിക്കലി ഒരു ഇന്റർനാഷണൽ ട്രീറ്റി ആണ്, വിച്ച് ഈസ് ഫോക്കസിങ് ഓൺ ഓർ ഇറ്റ് വാസ് ഫോക്കസ്ഡ് ഓൺ ദി ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഇഷ്യൂവിനെ കുറിച്ച് കൃത്യമായി ഫോക്കസ് ചെയ്ത ഒരു എഗ്രിമെന്റ് ആണ് പാരീസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് UNFCCCനെ കുറിച്ച് നമ്മൾ സംസാരിച്ചായിരുന്നു. ആ UNFCCCയുടെ അപ്പെക്സ് ബോഡിയാണ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറഞ്ഞു. ആ കോൺഫറൻസ് ഓഫ് പാർട്ടീസിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോട്ടോകോളിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ദാറ്റ് വാസ് ക്യോട്ടോ പ്രോട്ടോകോൾ, റൈറ്റ്. അപ്പോൾ COP3 ക്യോട്ടോ പ്രോട്ടോകോൾ അഡാപ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അതുപോലെ COP21 നടന്നത് പാരീസിലാണ്. ആ പാരീസിൽ വെച്ചിട്ട് നടന്ന COP21 പാരീസ് എഗ്രിമെന്റ് അഡോപ്റ്റ് ചെയ്യപ്പെടുന്നത്. സോ ഇറ്റ് വാസ് അഡോപ്റ്റഡ് at COP21 in Paris on 12th December 2015 and entered into force on 4th November 2016. So agreement നിലവിൽ വന്നത്, അതായത് ഇത് അഡോപ്റ്റ് ചെയ്തത് 2015 ഡിസംബറിലാണ് and it came into force in 4th November or it came into force on 4th November 2016. ഓൾറൈറ്റ്, അപ്പോൾ ആ ഡേറ്റ്സ് ഓർക്കുക. COP21 ആയിരുന്നു ഈ പറഞ്ഞ പാരീസ് എഗ്രിമെന്റിന്റെ അഡോപ്ഷന് കാരണമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ കോൺഫറൻസ് എന്ന് ഓർക്കുക. ആൻഡ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം, ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട ഒരു ഇന്റർനാഷണൽ ട്രീറ്റിയാണ് പാരീസ് എഗ്രിമെന്റ് നമ്മൾ പറഞ്ഞു. ഇവരിവിടെ പ്രൈമറിലി കൺസേൺഡ് ആയിരുന്നു അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത കാര്യം എന്താ? ഇറ്റ്സ് ഗോൾ ഇസ് ടു ലിമിറ്റ് ഗ്ലോബൽ വാർമിംഗ് ടു വെൽ ബിലോ 2, പ്രിഫറബിളി ടു 1.5 degrees Celsius കമ്പയർഡ് ടു പ്രീ ഇൻഡസ്ട്രിയൽ ലെവൽ. സോ ഈ പ്രീ ഇൻഡസ്ട്രിയൽ ലെവൽ, ഈ ഇൻഡസ്ട്രി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം ഉണ്ട് അല്ലേ, അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഇപ്പോൾ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂടും, ഗ്ലോബൽ വാർമിംഗ് കൂടും. അത് കൂടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അത് നമുക്ക് കൂടാനേ പറ്റില്ല എന്ന് പറയാൻ സാധിക്കില്ല. ഇൻഡസ്ട്രീസ് ഒക്കെ ഒരുപാട് വന്നു. സോ ഒബ്വിയസ്ലി ആ പറയുന്ന രീതിയിൽ ഉള്ള ചേഞ്ചസ് അല്ലെങ്കിൽ ഈ പറയുന്ന എമിഷനുമായിട്ട് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ ഒരളവും അതുവഴി ഉണ്ടാകുന്ന ഗ്ലോബൽ വാർമിങ്ങും ഒക്കെ തീർച്ചയായിട്ടും സംഭവിക്കും, അല്ലെങ്കിൽ അതിനകത്തൊരു ഇൻക്രീസ് വരും. പക്ഷെ പാരീസ് എഗ്രിമെന്റ് കൃത്യമായി പറഞ്ഞൊരു കാര്യം എന്താ? പ്രീ ഇൻഡസ്ട്രിയൽ ലെവലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ ഇൻക്രീസ്, ഈ ഗ്ലോബൽ വാർമിങ്ങിൽ ഉണ്ടാവുന്ന ഇൻക്രീസിനെ 2 താഴെ 2 degrees Celsius താഴെ, പറ്റുമെങ്കിൽ 1.5 degrees Celsius താഴെ നിർത്തിയാൽ അത്രയും നല്ലത്. ഓക്കെ, അതായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു. അപ്പം പ്രീ ഇൻഡസ്ട്രിയൽ ലെവൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി
ഈ പറഞ്ഞ പോലെ ഗ്ലോബൽ വാർമിങ്ങിൽ ഒരു ഇൻക്രീസ് ഉണ്ടാവും. അത് തീർച്ചയായിട്ടും ഉണ്ടാവുന്ന കാര്യമാണ്. പക്ഷെ ആ ഇൻക്രീസിനെ കംപ്ലീറ്റ്ലി കളയാന്നുള്ളതല്ല, പക്ഷെ ആ ഇൻക്രീസിൽ ഒരു ലിമിറ്റ് കൊണ്ടുവരിക. പ്രീ ഇൻഡസ്ട്രി ലെവൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗ്ലോബൽ വാർമിങ്ങിൽ ഉണ്ടായിട്ടുള്ള ഇൻക്രീസിനെ 2 ഡിഗ്രി സെൽഷ്യസിന് താഴെ, പ്രിഫറബിളി 1.5 ഡിഗ്രി സെൽഷ്യസിന് താഴെ കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു പാരീസ് എഗ്രിമെന്റിന് ഉണ്ടായിരുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ നമ്മളോട് അത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ് എഗ്രിമെന്റ്സ് വാസ് ഇറ്റ് ഡിസൈഡഡ് ടു ലിമിറ്റ് the increase in global average temperature to well below 2 degrees Celsius? That is option A, Paris Agreement. Moving to the next question. Which of the following sources is or are non-point sources of groundwater contamination? And we have the options wastewater ponds, refuse piles, landfills, agricultural land buried storage tanks. So basically നമ്മൾ ഈ പൊല്യൂഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സോഴ്സസിനെ കുറിച്ച് പറയുമ്പോൾ 2 തരത്തിലുള്ള സോഴ്സസ് ആണുള്ളത്. പോയിന്റ് സോഴ്സസും ഉണ്ട്, നോൺ പോയിന്റ് സോഴ്സസും ഉണ്ട്. ഇപ്പോൾ പൊല്യൂഷൻ ഒരു സിംഗിൾ അല്ലെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു സോഴ്സിൽ നിന്നാണ് പൊല്യൂഷൻ ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? പോയിന്റ് സോഴ്സസ് എന്ന് വിളിക്കും. ഓൺ ദി അതർ ഹാൻഡ് ഇപ്പം നമുക്ക് ഈ സോഴ്സ് എവിടെ നിന്നാണ് അല്ലെങ്കിൽ ഇത് എവിടെ നിന്നാണ് കറക്റ്റായിട്ട് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള അല്ലെങ്കിൽ ഇത് ഒറിജിനേറ്റ് ചെയ്തതിൻ്റെ സോഴ്സ് പോയിന്റ് ഏതാണ് എന്നുള്ളത് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കാത്ത സോഴ്സസ് ആണെങ്കിൽ അതിനെ നമ്മൾ നോൺ പോയിന്റ് സോഴ്സസ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് നോൺ പോയിന്റ് സോഴ്സസ് അല്ലെങ്കിൽ സോഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുക. സോ ഓപ്ഷൻസ് നിങ്ങൾ നോക്കിയേ: വേസ്റ്റ് വാട്ടർ പോണ്ട്സ്, refuse piles, landfills, agricultural land and buried storage tanks. സോ ഇതിനകത്ത് അഗ്രികൾച്ചറൽ ലാൻഡ് ഒഴികെയുള്ള എല്ലാ സോഴ്സസും കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന സോഴ്സസ് ആണ്. നമ്മുടെ വേസ്റ്റ് ഉണ്ട്, അതിൽ നിന്ന് കൃത്യമായിട്ട് പൊല്യൂഷൻ സംഭവിക്കാമെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അഗ്രികൾച്ചറൽ ലാൻഡിന്റെ പ്രത്യേകത എന്താണ്? അഗ്രികൾച്ചറൽ ലാൻഡ്സിൽ നിന്ന് യൂഷ്വലി അവിടുന്ന് വരുന്ന റൺ ഓഫ്സ്, ഇപ്പോൾ മഴയൊക്കെ പെയ്ത് അവിടുന്ന് റൺ ഓഫ്സ് വരുന്ന സമയത്ത് ആ വെള്ളത്തിന് കൂടിയായിരിക്കും ഈ പൊല്യൂട്ടൻസ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായി ഇത് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് ലാൻഡിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ള സോഴ്സ്, അപ്പോൾ ഈ പറയുന്ന അഗ്രികൾച്ചറൽ ലാൻഡ് എന്ന് പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട നോൺ പോയിന്റ് സോഴ്സ് ഓഫ് പൊല്യൂഷൻ ആണ്. സോ ഈ ഓപ്ഷനിൽ ബാക്കി തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷൻസും എന്താണ്? പോയിന്റ് സോഴ്സസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാം. പക്ഷെ അഗ്രികൾച്ചറൽ ലാൻഡ് എന്താണ്? ഒരു നോൺ പോയിന്റ് സോഴ്സ് ആണ്. അപ്പോൾ ഇതിന്റെ റൈറ്റ് ആൻസർ ഏതാ? ഇവിടെ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്. So agricultural lands is option D. So D only on the answer, that is option C. Adutha question. According to Noise Pollution Regulation and Control Rules 2000, the nighttime noise standard for commercial areas in India is, and we have the option 65 decibel, 55 decibel, 50 decibel and 45 decibel. So noise related ആയിട്ടുള്ള കോൺസെപ്റ്റുകളെ കുറിച്ച് ഇതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. നോയ്സ് പൊല്യൂഷൻ is a very important area that you need to study when it comes to people and environment. So basically ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? നോയ്സ് പൊല്യൂഷൻ റെഗുലേഷൻ ആൻഡ് കൺട്രോൾ റൂൾസ് അല്ലെങ്കിൽ ആക്ട് 2000 പ്രകാരം കൊമേഴ്ഷ്യൽ ഏരിയാസിൽ നൈറ്റ് ടൈമിൽ വെച്ചിരിക്കുന്ന നോയ്സ് സ്റ്റാൻഡേർഡ് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ യൂഷ്വലി ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഈ പറയുന്ന നോയ്സ് പൊല്യൂഷൻ റെഗുലേഷൻ ആൻഡ് കൺട്രോൾ റൂൾസിൻ്റെ ഭാഗമായിട്ട് പല ഏരിയാസ് ആയിട്ട് നമുക്ക് സ്ഥലങ്ങളെ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ 4 ഏരിയാസ് അല്ലെങ്കിൽ സോൺസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. സോ ബേസിക്കലി വി ക്യാൻ ഡിവൈഡ് ഓൾ ദീസ് ഏരിയാസ് ഇൻ ടു 4 ഡിഫറെൻറ്റ് കാറ്റഗറീസ് വിച്ച് ഇൻക്ലൂഡ്സ് ഇൻഡസ്ട്രിയൽ ഏരിയാസ്, കൊമേഴ്ഷ്യൽ ഏരിയാസ്, റെസിഡൻഷ്യൽ ഏരിയാസ് ആൻഡ് ഫൈനലി സൈലന്റ് സോൺസ്. ഇപ്പോൾ സൈലന്റ് സോൺസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ സ്കൂളും ഹോസ്പിറ്റലും ഒക്കെ വരുന്ന ഏരിയാസിനെയാണ് നമ്മൾ സൈലന്റ് സോൺസ് എന്ന് പറയാം. അങ്ങനെ 4 ആയിട്ട് നമുക്ക് തരംതിരിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ നമുക്ക് കൃത്യമായി ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമല്ല, ഈ ഓരോ ഏരിയാസിലും കൃത്യമായിട്ടുള്ള നോയ്സ് സ്റ്റാൻഡേർഡ്, അതും ഡേ ടൈമിനും നൈറ്റ് ടൈമിനും സെപ്പറേറ്റ് ആയിട്ടുള്ളതും ഈ ആക്ടിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാം. സോ ഇൻഡസ്ട്രിയൽ ഏരിയാസിൽ ഡേ ടൈമിൽ വെച്ചിരിക്കുന്ന നോയ്സ് സ്റ്റാൻഡേർഡ് എത്രയാണ്? 75 ഡെസിബിൾ, നൈറ്റ് ടൈമിൽ 70. കൊമേഴ്ഷ്യൽ ആണെങ്കിൽ ഡേ ടൈം 65, നൈറ്റ് ടൈം 55. റെസിഡൻഷ്യൽ ഡേ ടൈം 55, നൈറ്റ് ടൈം 45. സൈലന്റ് സോണിൽ ഡേ ടൈം 50, നൈറ്റ് ടൈം 40. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? കൊമേഴ്ഷ്യൽ ഏരിയാസിൽ നൈറ്റ് ടൈമിലുള്ള നോയ്സ് സ്റ്റാൻഡേർഡ്. സോ കൊമേഴ്ഷ്യൽ ഏരിയാസ് നൈറ്റ് ടൈം is 55 decibel. So 55 decibel is option B. So the right answer for this question is obviously option B. Moving to the next question. Which of the following pollutants termed short-lived climate pollutants? And we have the options black carbon, methane, hydrofluorocarbons,
സർഫസ് ഓസോൺ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. സോ ബേസിക്കലി തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും ഷോർട്ട് ലിവ്ഡ് ക്ലൈമറ്റ് പൊല്യൂട്ടൻസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, അതാണ് ക്വസ്റ്റ്യൻ. സോ അത് ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ ഷോർട്ട് ലിവ്ഡ് ക്ലൈമറ്റ് പൊല്യൂട്ടൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ ഷോർട്ട് ലിവ്ഡ് ക്ലൈമറ്റ് പൊല്യൂട്ടൻസ് അല്ലെങ്കിൽ SLCPs എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് ഇസ് ഓൾസോ referred to as near-term climate forces. Near-term climate forces എന്ന് കൂടി ഒരു ടേമിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. And it is referred by the Intergovernmental Panel on Climate Change as greenhouse gases and other climate pollutants that have relatively short atmospheric lifetimes compared to carbon dioxide. So short-lived climate pollutants എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് റിലേറ്റീവ്ലി വളരെ ഷോർട്ട് അറ്റ്മോസ്ഫിയറിക് ലൈഫ് ടൈം ഉള്ള എന്ന് പറഞ്ഞാൽ എന്താ? അറ്റ്മോസ്ഫിയറിൽ ഇതിന് എത്ര നാൾ നിലനിൽക്കാനായിട്ട് സാധിക്കും, അതാണ് ഈ അറ്റ്മോസ്ഫിയറിക് ലൈഫ് ടൈം എന്ന് പറയുന്നത്. വൺസ് എമിറ്റഡ് ഇത് എത്ര നാൾ ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവും, അതാണ് അറ്റ്മോസ്ഫിയറിക് ലൈഫ് ടൈം എന്ന് പറയുന്നത്. സോ കാർബൺ ഡൈ ഓക്സൈഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം റിലേറ്റീവ്ലി വളരെ കുറവ് മാത്രം അറ്റ്മോസ്ഫിയറിക് ലൈഫ് ടൈം ഉള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസിനെയും അതുപോലെ തന്നെ ചില ക്ലൈമറ്റ് പൊല്യൂട്ടൻസിനെയുമാണ് നമ്മൾ ഷോർട്ട് ലിവ്ഡ് ക്ലൈമറ്റ് പൊല്യൂട്ടൻസ് എന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. സോ മേജർ ആയിട്ടുള്ള SLCPs അഥവാ ഷോർട്ട് ലിവ്ഡ് ക്ലൈമറ്റ് പൊല്യൂട്ടൻസ് ഏതൊക്കെയാണ്? ബ്ലാക്ക് കാർബൺ, മീഥെയ്ൻ, ട്രോപ്പോസ്ഫിയറിക് ഓസോൺ, ഹൈഡ്രോഫ്ലൂറോ കാർബൺസ്. ട്രോപ്പോസ്ഫിയറിക് ഓസോൺ ഈസ് ഓൾസോ നോൺ ആസ് സർഫസ് ഓസോൺ. ഇപ്പോൾ ഓസോൺ റിലേറ്റഡ് ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള ഓസോൺ ഉണ്ട് അല്ലേ? സ്ട്രാറ്റോസ്ഫിയറിക് ഓസോൺ ഉണ്ട്, ട്രോപ്പോസ്ഫിയറിക് ഓസോൺ ഉണ്ട്. ഈ പറയുന്ന സ്ട്രാറ്റോസ്ഫിയറിക് ഓസോൺ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ ഓസോൺ ലെയർ എന്നൊക്കെ പറയുന്നത് ബേസിക്കലി സ്ട്രാറ്റോസ്ഫിയറിക് ഓസോൺ ആണ്. ട്രോപ്പോസ്ഫിയറിക് ഓസോൺ ഇസ് ഓൾസോ നോൺ ആസ് സർഫസ് ഓസോൺ. സോ ഈ പറയുന്ന പ്രധാനപ്പെട്ട SLCPs ഈ ഓപ്ഷൻസിൽ ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക, അത് മാത്രമേ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ബ്ലാക്ക് കാർബൺ, മീഥെയ്ൻ, ട്രോപ്പോസ്ഫിയറിക് ഓസോൺ അഥവാ സർഫസ് ഓസോൺ, ഹൈഡ്രോഫ്ലൂറോ കാർബൺസ്, ഇതാണ് പ്രധാനപ്പെട്ട ഷോർട്ട് ലിവ്ഡ് ക്ലൈമറ്റ് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻസ് നോക്കൂ, ബ്ലാക്ക് കാർബൺ ഉണ്ട്, മീഥെയ്ൻ ഉണ്ട്, ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് ഉണ്ട്, സർഫസ് ഓസോണും ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഈ പറയുന്ന ഷോർട്ട് ലിവ്ഡ് ക്ലൈമറ്റ് പൊല്യൂട്ടൻസിന്റെ ഭാഗമല്ല, അതിനെ വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് ഓപ്ഷൻസ്? ABCD ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ABCD only is option C. So the right answer for this question is obviously option C. സോ നമ്മളുടെ ഈ ഒരു സെഷന്റെ നമ്മളുടെ ടെസ്റ്റ് പേപ്പറിൽ ഉൾപ്പെടുത്തിയിരുന്ന ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. സോ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. Given below are two statements. Statement 1 says noise pollution has an adverse impact on hearing ability as well as psychological well-being of a person. Statement 2 says human perception of noise levels is linear. So ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? നോയ്സ് പൊല്യൂഷന് ഹിയറിംഗ് എബിലിറ്റിനെ ബാധിക്കുന്നത് പോലെ തന്നെ സൈക്കോളജിക്കൽ വെൽബീയിങ്ങിനെയും അഡ്വേഴ്സ് ആയിട്ട് ഇമ്പാക്ട് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഇസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ് അല്ലേ? അതായത് ഈ പറയുന്ന ഒബ്വിയസ്ലി നോയ്സ് പൊല്യൂഷൻ, നമ്മൾ ഒരുപാട് നോയ്സ് പൊല്യൂഷനോട് എക്സ്പോസ്ഡ് ആണെങ്കിൽ നമ്മുടെ ഹിയറിംഗ് എബിലിറ്റീനെ അത് ബാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഒരുപാട് സൗണ്ട് ഒത്തിരി സമയം നമ്മൾ ഈ നോയ്സ് പൊല്യൂഷനോട് എക്സ്പോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെയും ബാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള വെൽബീയിങ്ങിനെയും ഈ നോയ്സ് പൊല്യൂഷൻ ബാധിക്കും. തീർച്ചയായിട്ടും അത് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 2 എന്താ പറയുന്നത്? ഹ്യൂമൻ പെർസെപ്ഷൻ ഓഫ് നോയ്സ് ലെവൽസ് ഇസ് ലീനിയർ. സോ ബേസിക്കലി നമ്മുടെ ഹ്യൂമൻ ഇയേഴ്സ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്ന സൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ആൻ ഇൻക്രെഡിബിൾ റേഞ്ച് ഓഫ് സൗണ്ട്സ്. നമുക്ക് പല തരത്തിലുള്ള പല ഇൻറ്റൻസിറ്റിയിലുള്ള സൗണ്ട്സ് നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. വി മെഷർ സൗണ്ട് ഇൻറ്റൻസിറ്റി ഓൺ എ ലോഗരിതമിക് ബേസ് 10 സ്കെയിൽ which proceeds in multiples of 10 rather than on a linear scale. Linear scale എന്ന് പറഞ്ഞാൽ എന്താ? 10 കൂടുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 10 യൂണിറ്റ്സ് ആയിരിക്കും ഇൻക്രീസ് ചെയ്യുക. പക്ഷേ ഇവിടെ നമ്മൾ സൗണ്ട് ഇൻറ്റൻസിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? ഇറ്റ് ആക്ച്വലി പ്രൊസീഡ്സ് ഇൻ മൾട്ടിപ്പിൾസ് ഓഫ് 10. ഓക്കെ, ആ രീതിയിലാണ് ഇൻക്രീസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താ? ഹ്യൂമൻ പെർസെപ്ഷൻ ഓഫ് നോയ്സ് ലെവൽസ് ഇസ് ലീനിയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് മൂവിങ് ഇൻ എ ലീനിയർ മാനർ. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? ശരിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഏതാ? സ്റ്റേറ്റ്മെന്റ് 1 is true, but statement 2 is false. Is option C. So the right answer for this question is obviously option C. ഈ വീഡിയോയിൽ പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയൺമെന്റ് എന്ന മൊഡ്യൂളിൻ്റെ മോഡൽ എക്സാം സീരീസിൽ ഉൾപ്പെടുത്തിയിരുന്ന 30 ക്വസ്റ്റ്യൻസിൻ്റെയും എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ചെയ്തത്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഈ സീരീസ് വളരെ ഹെൽപ്ഫുൾ ആവുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ ഫേസ് നിങ്ങൾക്ക് LMS പ്ലാറ്റ്ഫോമിൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. സോ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം, ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രിപ്പറേഷനാണ്. ദാറ്റ് ടു ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ അവിടെ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ആ ഒരു എക്സാം പ്ലാറ്റ്ഫോമിനെ കുറച്ചുകൂടെ നന്നായിട്ട് അടുത്തറിയാൻ സാധിക്കുന്നത് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻസിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്.
അതുകൊണ്ട് തന്നെ ആപ്പിൾബേ അക്കാഡമിയുടെ LMS NTAയുടെ എക്സാം സോഫ്റ്റ്വെയറിനോട് സിമിലർ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. സോ കൃത്യമായിട്ട് ഈ ടെസ്റ്റ് പേപ്പേഴ്സ് അതിനകത്ത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ആ എക്സാം സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആ ഒരു എക്സാം സോഫ്റ്റ്വെയർ ഹാൻഡിൽ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ആൻസൈറ്റീസ് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കുക. മാക്സിമം ആ ടെസ്റ്റ് പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോസ് നിങ്ങൾ കാണാനായിട്ട് ശ്രദ്ധിക്കുക. സോ ടെസ്റ്റ് പേപ്പർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു എക്സാമിനെ ഫേസ് ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ് കിട്ടുന്നു. അതോടൊപ്പം തന്നെ ഓരോ മൊഡ്യൂളിൻ്റെയും എക്സ്പ്ലനേഷൻസ് 30 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഓരോ മൊഡ്യൂളിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിലൂടെ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ പുതിയ ചില ഇൻസൈറ്റ്സ്, പുതിയ ചില ഏരിയാസിനെ പരിചയപ്പെടാനുള്ള സാധ്യത ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സോ ഈ ഒരു സീരീസ് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആകുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെയും പ്രതീക്ഷ. സോ പല മൊഡ്യൂൾസ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, കമ്മ്യൂണിക്കേഷൻ, ICT, ലോജിക്കൽ റീസണിങ് തുടങ്ങിയ മൊഡ്യൂൾസ് നമ്മൾ ഓൾറെഡി ചെയ്തിരുന്നു. ഹയർ എഡ്യൂക്കേഷൻ ചെയ്തു. അതിനുശേഷം ഈ വീഡിയോയിലൂടെ പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയൺമെന്റ് എന്ന മൊഡ്യൂളാണ് നമ്മൾ കവർ ചെയ്തത്. സോ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ആണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ അടുത്ത സെഷൻ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അവിടെ ടെസ്റ്റ് പേപ്പർ അവൈലബിൾ ആക്കുന്നതാണ്. അത് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ എക്സ്പ്ലനേഷൻ വാച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ലേണിംഗ്.